ഹലോ ഹായ്. നമുക്ക് കുറച്ച് നാൾ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. ഞാൻ ഇതിൻ്റെ റീസണൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വോയിസ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് അതിന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. എനിക്കത് റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഒത്തിരി എല്ലാം കേട്ടിട്ടുണ്ട്. വോയിസ് അയച്ചതും മെസ്സേജും എല്ലാം റീഡ് ചെയ്യുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനൊന്നും റിപ്ലൈ തന്നില്ല. എന്തായാലും നമുക്കിനി മാക്സിമം ഞാനത് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം. നമ്മളുടെ ഈ ചാനൽ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടാണ്. ഡിസംബർ എക്സാമിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. ഞാൻ മാക്സിമം ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അക്കൗണ്ട്സും കോസ്റ്റിങ്ങും എനിക്ക് അറിയില്ലായിരുന്നു എത്ര മാത്രം തീർക്കാൻ പറ്റും ഈ ജൂൺ എക്സാമിനുള്ളിൽ എന്നുള്ളത്. പക്ഷേ ബാലൻസ് ഡയറക്റ്റും ഇൻഡയറക്റ്റ് എക്സും തീർക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഡയറക്റ്റ് എക്സിൽ ഇനി നമുക്ക് സാലറിയുടെ കുറച്ച് പോർഷൻസ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് ക്യാപിറ്റൽ ഗെയിനും PGBP ആണുള്ളത്. ഇത്രയും ഇനി ഒരു 10-20 ദിവസത്തിനുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കത് എന്താ പറയുക, മാക്സിമം ഞാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നമുക്കത് എന്താണ് പറയണേ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാം. നമ്മളുടെ എക്സാം ഡിസംബർ അല്ലേ, ഡിസംബറിനുള്ളിൽ നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആവണ വിധത്തിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും അന്വേഷണം അറിയിച്ച, അല്ലെങ്കിൽ ആ മെസ്സേജ് ആ വോയിസ് കേട്ടിട്ട് എനിക്ക് എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ നന്ദി പറയുകയാണ്. ഒത്തിരി താങ്ക്സ്. ഇനി എന്താണ്, നമുക്കിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ആ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിൽ ജോബ് കോസ്റ്റിംഗ് നമ്മളൊരു ചെറിയൊരു ചാപ്റ്ററാണ്. ചെറിയൊരു ചാപ്റ്റർ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് തിയറി എന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും പഠിക്കേണ്ടതില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇവിടെ കുട്ടികളിവിടെ കൺഫ്യൂസ് ആകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരണ ഇത് സംഭവം എവിടെയെന്ന് വെച്ചാൽ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ ഇത് കണ്ടുപിടിക്കുമ്പോഴാണ്. ആ ഫാക്ടറി ഓവർ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ച കുറച്ച് മെത്തേഡ് ഉണ്ട്. മെഷീൻ അവർ റേറ്റ്, ഡയറക്റ്റ് ലേബർ അവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇതിന് മുന്നേ ഉള്ള ഇതിൽ നമ്മളൊരു 6 മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ മെത്തേഡുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് നമുക്ക് ഈ പ്രോബ്ലം വരുള്ളൂ. അതനുസരിച്ച് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജോബ് കോസ്റ്റിങ്ങിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സ്പെസിഫിക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് എന്തായിരിക്കുള്ളൂ, ഇപ്പോൾ ആ ഒരു ലേബിളിൽ തന്നെയായിരിക്കും അവർക്ക് വരണത് അല്ലേ. ഇപ്പോൾ ടീഷർട്ട് ആണെന്നുണ്ടെങ്കിൽ, എന്താണെങ്കിലും ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ, മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നെയിമിലായിരിക്കും വരണത്. ഇപ്പോൾ നമുക്കൊരു ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഗിഫ്റ്റ് കൊടുക്കണം. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ഇലക്ഷന് വരേക്കും ഓരോ ഏരിയ തിരിച്ച് ഓരോരുത്തർ ഓരോ ഗിഫ്റ്റായിട്ട്, ഓരോ പാർട്ടിക്കാർ ഓരോ ഗിഫ്റ്റായിട്ട് വന്നായിരുന്നു അല്ലേ. ചെറിയൊരു പെന്നായിട്ടാണെങ്കിലും ബുക്കായിട്ടാണെങ്കിലും എന്തെങ്കിലും അവരുടെ ആ പാർട്ടിയുടെ ഇത് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് വന്നായിരുന്നു അല്ലേ. അതപ്പോൾ നമുക്ക് അറിയാം ഇത് ഇന്ന കമ്പനിയുടെ പെന്നാണ്, ഇന്ന കമ്പനിയുടെ ബുക്കാണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ഇവരെങ്ങനെയാണ് തരണത്, ഇവരുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇവരുടെ പാർട്ടിയുടെ നെയിം അതിൽ പ്രിന്റ് ചെയ്തിട്ടാണ് അവർ തരണത് അല്ലേ. അപ്പം അതെ, ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒരു മാരേജ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് വന്നവർക്ക് പ്രസൻറ്റ് ചെയ്യും അല്ലേ. സാധാരണ നമുക്ക് മാരേജ് ഫംഗ്ഷൻ ആണെങ്കിൽ ആരുടെ മാരേജ് ആണോ അവർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറ്. അതിൻ്റെ കൂട്ടത്തിൽ ചിലവരെന്ത് ചെയ്യും, നമ്മൾ തിരിച്ച് അവിടെ വന്നവർക്ക് ഒരു ഫാമിലിക്ക് ഒന്നെന്നുള്ള വിധത്തിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവർക്കടെ ഒരു ഇതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കും. അപ്പം എന്ത് ചെയ്യും, അവരുടെ ആ മാരേജിൻ്റെ ഡേറ്റ്
എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ 2 പേരുടെയും പേരും അതിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒന്നുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഡാൻസ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പഠിക്കാൻ പോവുകയാണെന്ന്, സ്പോർട്സ് അങ്ങനെയൊക്കെ പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ പോണത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ നേരത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, അതൊരു സ്പെസിഫിക് ജോബായിട്ടാണ് എടുക്കണത്. ഒരു സ്പെസിഫിക് അല്ലേ, അതെല്ലാം അങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം ഫുൾ അങ്ങനെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് മാത്രം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും വാങ്ങുമോ? ഇല്ല. അത് അവർക്ക് ആവശ്യമുള്ളത് അവരുടേതായ രീതിയിൽ അല്ലേ, കസ്റ്റമർ പറയണ അനുസരിച്ച് കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് ഇവിടെ ജോബ് കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ. അതേപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പോർട്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കുട്ടികളെ അവിടെ വിടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോർട്സിൻ്റെ ക്ലാസ്സിൻ്റെ പേര് നെയിം പ്രിൻറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു ടീഷർട്ടായിരിക്കും അവർക്ക് കൊടുക്കണത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇത്ര സൈസിലുള്ള ഇതൊരു 100 എണ്ണം, ഇതൊരു 50 എണ്ണം, ഇതൊരു 500 എണ്ണം, അങ്ങനെ ഇത്ര സൈസുള്ള അതനുസരിച്ച് എത്ര പിള്ളേർ അവർക്കുണ്ടോ അതനുസരിച്ച് അവരെന്ത് ചെയ്യും, ആ കമ്പനിയുടെ അടുത്ത് പോയിട്ട് ഇതേപോലെ നെയിം പ്രിൻറ്റ് ചെയ്ത് തരണമെന്ന് പറയും അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത് ആക്കത്. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇവരെന്ത് ചെയ്യും, ആ സ്പെസിഫിക്കേഷന് അനുസരിച്ച് ഒരു സ്പെസിഫിക് ജോബാണ് ചെയ്യണത് അല്ലേ. അതിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു ചെറിയ ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ്. ഇതൊരു ലോങ് പീരീഡിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ടീഷർട്ട് അല്ലെങ്കിൽ പെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ളത് മുഴുവനും നമ്മൾ ആ ഒരു കമ്പനിയുടെ നെയിമിലല്ല ചെയ്യാൻ പോണത് അല്ലേ. അത് അവർ ആവശ്യപ്പെട്ട ആ ഒരു 1000 നമ്പർ 100 നമ്പർ അത് മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ, ബാലൻസ് ഒന്നും നമ്മൾ ചെയ്യില്ല. അപ്പോൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് സ്പെസിഫിക് ജോബ് ചെയ്ത് കൊടുക്കുന്നതാണ് ജോബ് കോസ്റ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് പീരീഡിലേക്കായിരിക്കുള്ളൂ അല്ലേ, നമുക്കിത് 1 മാസത്തിനുള്ളിൽ വേണം 2 മാസത്തിനുള്ളിൽ വേണമെന്നൊക്കെ മാക്സിമം അവർ പറയുള്ളൂ. ഇനി ഏറ്റവും കൂടി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, 1 ഇയറിനുള്ളിലായിരിക്കുള്ളൂ, അതിൽ കൂടുതൽ നമ്മൾ ഇത് വരാറില്ല. ഓക്കെ, ഇനി ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോബ് കോസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യാൻ നേരത്തെ ഒരു ജോബ് കോസ്റ്റ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് പ്രിപ്പയർ ചെയ്യും. ആ 2 തരത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് എസ്റ്റിമേറ്റഡ് ആയിട്ടും ഇനി ഒന്ന് ആക്ച്വൽ ആയിട്ടും പ്രിപ്പയർ ചെയ്യാം. എസ്റ്റിമേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു ജോബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യണത് അല്ലേ, അതിനെയാണ് എസ്റ്റിമേറ്റഡ് ജോബ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആക്ച്വൽ എന്ന് പറയുന്നത്, എന്തായിരിക്കും, ആ ജോബ് ചെയ്തതിന് ശേഷം വരുന്ന ആക്ച്വൽ എക്സ്പെൻസ് ഒക്കെ വരച്ചിട്ടുള്ളതിനെയാണ് ആക്ച്വൽ ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 2 തരത്തിലാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഫീച്ചർ ചോദിച്ചാലും അഡ്വാൻറ്റേജസ് ചോദിച്ചാലും എല്ലാം നമുക്കത് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഇതൊരു സ്പെസിഫിക് കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവരുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യണത്. ഇതൊരു ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡിലേക്കുള്ളതാണ്. മാക്സിമം പോയ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലേ വരുള്ളൂ. എന്താണ് ഇത്, എന്താണ് എല്ലാത്തിൻ്റെയും ഓർഡർ, അതായത് ജോബിൻ്റെ സ്പെസിഫിക് ജോബിനുള്ള അതിൻ്റെ ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രമാണ്, അതൊരു സ്പെസിഫിക് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, ഇനി നമുക്കിതിന് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത് ആ ജോബിൻ്റെ ഒരു ഷീറ്റ്, ജോബ് കോസ്റ്റ് ഷീറ്റ് ഇല്ലേ. കോസ്റ്റ് ഷീറ്റ് സാധാരണ നമ്മൾ ഇതിന് മുന്നേ ഉള്ളതിലൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ചെറിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ കൂടി ചേർന്ന് നമുക്ക് പ്രൈം കോസ്റ്റ് വരും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഇതാണ് ഇതിൻ്റെ ജോബ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഇത് ആക്ച്വൽ ഫോർമാറ്റാണ്, പക്ഷെ നിങ്ങൾ വരക്കാൻ നേരത്തെ ഇതൊന്നും വരയ്ക്കണമെന്നില്ല. കണ്ടോ, ഈ കളറിൽ ഇട്ടിരിക്കണ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, ഇതൊന്നും വരക്കണ്ട. നമ്മൾ എന്താണ് ജോബ് കോസ്റ്റ് ഷീറ്റ് എന്ന ഒരു ഹെഡ് കൊടുത്തിട്ട് അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അതിൻ്റെ ടോട്ടലാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫാക്ടറി ഓവർ ഹെഡിന് നിറയെ പേര് നമ്മൾ പറയും, മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ്, ഓക്കെ, ഇൻഡയറക്റ്റ് ഓവർ ഹെഡ്, അങ്ങനെ പല പേരിലും നമ്മൾ പറയും. അത് നമുക്ക് എന്താണ് ചെയ്യേ നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് വരാം.
ഇനി എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, അതിൻ്റെ കൂടെ വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരും. അതിൽ നിന്ന് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ വരും. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആ സെല്ലിംഗ് കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ കൂടെ പിന്നെ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ടോ, ആ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യണത്, സെയിൽ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് എന്നുള്ളതിൽ പറയാനുള്ളത്. ആ കോസ്റ്റ് ഷീറ്റിൻ്റെ ഈ ഫോർമാറ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം, ഏതിൻ്റെ കൂടെ ഏതൊക്കെ ആഡ് ചെയ്യണം, അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് പഠിച്ചു വെക്കണം. ഇനി ഫാക്ടറി ഓവർ ഹെഡാണ് പിന്നെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞില്ലേ, അത് നമുക്കൊന്ന് തനിയെ ഒന്ന് നോക്കാം. നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 3 ആണ് ഫസ്റ്റ് എടുക്കുന്നത്. The data pertaining to Heavy Engineering Limited are as follows at the end of 31st March 2022. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ഫാക്ടറി ഓവർഹെഡ് ആൻഡ് പ്രോഫിറ്റ്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ? കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബി ആയിട്ട് എന്താ പറഞ്ഞിരിക്കണേ? ഫോർ 21-22 the factory has received a work order. It is estimated that the direct material would be എത്രയാണ്? 12 lakh. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 7.5 ആണ്. വാട്ട് വുഡ് ബി ദ പ്രൈസ് ഓഫ് വർക്ക് ഓർഡർ ഇഫ് ദ ഫാക്ടറി ഇൻറ്റൻഡ് ടു എൺ ദ സെയിം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ അസ്യൂമിങ് ദാറ്റ് ദ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഹാസ് ഗോൺ അപ്പ് ബൈ 15%. എത്ര വരും നമുക്ക്? എത്രയാണോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഉള്ളത് അതിൻ്റെ 15% കൂടി പ്ലസ് ചെയ്യണം. ഓക്കെ, ദ ഫാക്ടറി റിക്കവേഴ്സ് ഫാക്ടറി ഓവർഹെഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് വർക്ക് ഓർഡർ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് റേറ്റ് പ്രിവലൻറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ആ ബി പാർട്ട് അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ബി പാർട്ട് എ പാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബിയിലോട്ട് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എ പാർട്ടിൽ അതിൽ എന്താ പറഞ്ഞിരിക്കണേ? ജസ്റ്റ് നമ്മളുടെ അടുത്ത് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ ഫോർമാറ്റൊക്കെ പഠിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോസ്റ്റ് ഷീറ്റ് വരക്കാം. ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ എന്തൊക്കെയാണോ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം. എന്താ ഉള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽ അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ ഫസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് ഫസ്റ്റ് എഴുതാം. ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര ഇത് കൊടുത്തിരിക്കണേ? 9 lakh ആണ്. നമുക്കത് ആദ്യം തന്നെ എഴുതിയേക്കാം. കൊടുത്തതൊക്കെ നമുക്ക് കിട്ടണയൊക്കെ നമുക്ക് എഴുതാം. ഇനി ഡയറക്റ്റ് ലേബർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 7,50,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസിനെ കുറിച്ച് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല. അപ്പോൾ നമുക്കറിയാം അല്ലേ? ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതാണ് എന്താണ്? പ്രൈം കോസ്റ്റ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, 16,50,000 എന്ന് കിട്ടി. ഇനി അതിൻ്റെ കൂടെ എന്താ നമ്മൾ പഠിച്ച? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണമെന്ന്. ഫാക്ടറി ഓവർ ഹെഡ് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? കണ്ട, ഓർഡർ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പലതും മാറി മാറി കൊടുക്കുകയുള്ളൂ. നമുക്ക് ഈ ഓർഡർ അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുതേ. ഈ 2 പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഓർഡർ മനസ്സിലാവും. ഫാക്ടറി ഓവർ ഹെഡ് എത്രയാണ്? 4,50,000. അപ്പോൾ അത് ആഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് 21 lakh. ഇനി അടുത്ത എന്താ? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എത്രയിൽ കൊടുത്തിരിക്കുന്നത്? 4,20,000 അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4,20,000 അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡോ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞ് 5,25,000 ആണ് കൊടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഓർഡർ ഇടിഞ്ഞാൽ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ? ആ ഫസ്റ്റ് ഈ പ്രോബ്ലം എടുത്തത്. ഓക്കെ, അപ്പോൾ അതിന് 30,45,000 നമുക്ക് വന്നു. ഇനി പ്രോഫിറ്റോ സെയിൽസോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് പ്രോഫിറ്റ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 6,09,000 എന്ന് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെ അതിലേക്ക് എടുത്തിടുക. 6,09,000. അപ്പോൾ സെയിൽസ് എത്ര വരും? ഇതിൽ നിന്ന് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കിട്ടുന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ്, ജോബ് കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ എ പാർട്ട് വളരെ സിമ്പിളായിട്ട് തീർത്തു.
ഇനി നമുക്ക് അതിൽ അവർ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ നിന്ന് വരുത്തണം. ആ വരുത്തേണ്ടത് എന്താണെന്നുള്ളത് അവരതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് വരച്ചിട്ട് വരാം, സമയം കളയണ്ടല്ലോ ഇതിങ്ങനെ വരച്ച്. ഓക്കെ, ഇനി എന്താണ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റാണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, അതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ 12 lakh എന്ന് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡയറക്റ്റ് ലേബർ 7,50,000 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് അത് തന്നെ എടുത്ത് എഴുതാം. പിന്നെ അതിൽ ബി പാർട്ടിൽ അവരത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഓക്കെ 19,50,000 എന്നുള്ളത് എന്ത് കിട്ടി, പ്രൈം കോസ്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി ബി പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ട് വുഡ് ബി ദ പ്രൈസ് ഓഫ് വർക്ക് ഓർഡർ ഇഫ് ദ ഫാക്ടറി ഇൻറ്റൻഡ് ടു എൻഡ് ദ സെയിം റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ അസ്യൂമിങ് ദാറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഹാസ് ഗോൺ. അത് ഇതൊന്നും പറഞ്ഞു. ഫാക്ടറി ഓവർ ഹെഡിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഫാക്ടറി റിക്കവേഴ്സ് ഫാക്ടറി ഓവർ ഹെഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് അല്ലേ. ഡയറക്റ്റ് വേജസിന്റെ പെർസെൻറ്റേജിലാണ് ഫാക്ടറി ഓവർ ഹെഡ് എടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വേജസിന്റെ പെർസെൻറ്റേജിലാണെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വേജസ് എത്രയാണ്, 7,50,000 ആണ്. ഓക്കെ, ഡയറക്റ്റ് വേജസ് എത്രയാണ്, 7,50,000 ആണ്. അതിന്റെ പെർസെൻറ്റേജിലാണ് ഫാക്ടറി ഓവർ ഹെഡ് എടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് ഉണ്ടായിരുന്നത് ഏതാണ്, കഴിഞ്ഞ ശരിക്കുള്ളത് എത്രയാണ് ഇട്ടയച്ചത്, 4,50,000 ആണ്. ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ 7,50,000 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് എങ്ങനെ കണ്ടുപിടിക്കാം, 4,50,000. ഓക്കെ, ഇവിടെ വർക്കിംഗ് ഇവിടെ ആയിട്ട് ഇടാം. 4,50,000 ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100 എത്ര വരും നോക്കാം. ഓക്കെ, 60% ആണ് എന്തായിട്ട് എടുക്കേണ്ടത്, ഫാക്ടറി ഓവർ ഹെഡ് എടുക്കേണ്ടത്. 60% ആണ് ഫാക്ടറി ഓവർ ഹെഡ് എടുക്കേണ്ടത്. എന്തിന്റെ 60% എടുക്കണം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് ലേബറിന്റെ 60% എടുക്കണം. ആ 60% ഫാക്ടറി ഓവർ ഹെഡ് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ചെയ്തത്. എന്താണ് ഫാക്ടറി ഓവർ ഹെഡ് എന്നുള്ളത്, ഡയറക്റ്റ് വേജസിന്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വേജസിന്റെ ആവാൻ നേരത്ത് ഡയറക്റ്റ് വേജസ് നമുക്ക് അറിയാം, പോണ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ളതിൽ 7,50,000 ആണ്. ഫാക്ടറി ഓവർ ഹെഡ് 4,50,000 ആണ്. അപ്പോൾ അതിന്റെ പെർസെൻറ്റേജ് എടുക്കാന്ന് വെച്ചാൽ ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അതായത് 4,50,000 ഡിവൈഡഡ് ബൈ 7,50,000 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി, 60% കിട്ടി. ആ 60% നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ ഡയറക്റ്റ് വേജസിന്റെ ഇതിലെടുക്കണം. അതായത് 7,50,000 ഇൻറ്റു 60%. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4,50,000 കിട്ടും. ഓക്കെ, അതിന്റെ ടോട്ടല് വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞ് 24 lakh വന്നു. ഇനി അടുത്ത എന്താണ് നമ്മളുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട് അവർ അല്ലെ. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കോസ്റ്റ്. അത് എന്തിന്റെ, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡും എന്തിന്റെയാണ്, വർക്ക് കോസ്റ്റിന്റെ പെർസെൻറ്റേജിലാണ് എടുക്കണതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ എത്രയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് 4,20,000 ആണ് അല്ലെ. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്നത് 4,20,000 ആണ്. അത് എന്തിന്റെ ബേസിസിലാണ്, വർക്ക് കോസ്റ്റിന്റെ ബേസിസിലാണ്. അപ്പൊ എങ്ങനെ എഴുതണം, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ വർക്ക് കോസ്റ്റ് ഇൻറ്റു 100. അത്രയാണ് 4,20,000 ഡിവൈഡഡ് ബൈ 21 lakh ഇൻറ്റു 100. ഓക്കെ, അത് നമുക്ക് ഇവിടെ വർക്കിംഗ് ഇവിടെ തന്നെ എഴുതാം, ഇവിടെ ആയിട്ട് എഴുതാം. ഓക്കെ, 4,20,000 divided by 21 lakh into 100. എത്ര പെർസെൻറ്റേജ് വന്നു, 20% വന്നു. ആ 20% ആണ്
നമുക്കിവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് കോസ്റ്റിന്റെ 20% ആണ് അല്ലേ? വർക്ക് കോസ്റ്റിന്റെ 20% ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എത്ര വന്നു? 4,80,000. ഓക്കെ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് അവർ അതേ ഇത് തന്നെ പറയണേ. എന്തിൻ്റെയാണെന്നാ പറയണേ? വർക്ക് കോസ്റ്റിന്റെ ആണ് കാണണ്ടേന്നാ പറഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കഴിഞ്ഞ പ്രാവശ്യം എത്ര ഉണ്ടായിരുന്നു? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കഴിഞ്ഞ പ്രാവശ്യം എവിടെ? 5,25,000 ഉണ്ടായിരുന്നു. 5,25,000 നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്, ഒരു മിനിറ്റ്, വർക്ക് കോസ്റ്റിന്റെ തന്നെയല്ലേ പറഞ്ഞിരിക്കണേ? അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് വർക്ക് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കോസ്റ്റ്. ഓക്കെ, വർക്ക് കോസ്റ്റിന്റെ ബേസിലാണ് അത് എടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കാം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്നുള്ളത് നമുക്ക് അതേ ഇപ്പൊ കണ്ടത് എങ്ങനെയാണോ അത് പെർസെൻറ്റേജ് അനുസരിച്ച് തന്നെ എടുക്കാം. സോ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് 5,25,000 ആണ്. അത് നമുക്ക് അതേപോലെ തന്നെ എടുക്കാം. 5,25,000 ഡിവൈഡഡ് ബൈ 21 lakh ഇൻറ്റു 100. %25 വരും. ഇനി നമ്മളോട് ഒരു ഇത് പറഞ്ഞിട്ടില്ലേ അവിടെ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അസ്യൂമിംഗ് ദാറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഹാസ് ഗോൺ അപ്പ് ബൈ 15%. എത്രയും കൂടി കൂടിയിട്ടുണ്ടെന്നാ പറഞ്ഞിരിക്കണേ? 15% കൂടി കൂടിയിട്ടുണ്ടെന്ന്. അതായത് 25ന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 25ന്റെ കൂട്ടത്തിൽ നമ്മൾ 15 കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 40% ആയിട്ട് അത് എടുക്കണം എന്ന്. എന്താണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഓക്കെ, മനസ്സിലായില്ലേ? ആ സെല്ലിംഗ് ഇതിന്റെ 40% ആയിട്ട് എടുക്കണം. അപ്പൊ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എങ്ങനെ വരും? നമുക്കിവിടെ 24 lakh ഇൻറ്റു 40% ചെയ്യണം. ഓക്കെ, ഓക്കെ, 40% ചെയ്താൽ നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കിട്ടി. അപ്പൊ എന്താന്നുള്ളത് മനസ്സിലായില്ലേ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഇപ്പൊ എടുത്ത പോലെ തന്നെ വർക്ക് കോസ്റ്റിന്റെ എടുക്കുക. അതിൽ നിന്ന് പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ട് എത്രയും കൂടി കൂടിയെന്ന്, 15% കൂടി കൂടിയെന്ന്. അപ്പൊ 40% ആയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് വേറെ എന്തെങ്കിലും അതിൽ ഇൻഫോർമേഷൻ പ്രോഫിറ്റിനെ കുറിച്ചോ എന്തെങ്കിലും തന്നിട്ടുണ്ടോ നോക്കാം. പ്രോഫിറ്റിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, പ്രോഫിറ്റിനെ കുറിച്ച് ഇൻഫോർമേഷൻ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഏതായാലും കഴിഞ്ഞ ആഴ്ചത്തെ ബേസിലല്ലേ എടുക്കണത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എങ്ങനെയായിരുന്നു പ്രോഫിറ്റ് എടുത്തതെന്നുള്ളത് നോക്കണം. അതായത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഫിറ്റ് എത്രയാണ്? അത് ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണ്? കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ല, ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണ്? 6,09,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽ എത്രയാണ്? 3045,000. ഓക്കെ, ഇൻറ്റു 100. അപ്പൊ എത്ര? 20% ആണ്. അപ്പൊ ഇവിടെ അതേപോലെയാണ് നമ്മൾ എന്തെടുക്കണം? 20% പ്രോഫിറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇതിന്റെ എന്തിന്റെയാണ്? 38,40,000 ഇൻറ്റു 20% എടുക്കുക. അപ്പൊ 7,68,000 കിട്ടും. അതിന്റെ ടോട്ടലാണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 46,08,000 സെയിൽസ് എന്നും പറഞ്ഞ് എഴുതാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലേ? നമുക്ക് ആക്ച്വലും കണ്ടു, എസ്റ്റിമേറ്ററും കണ്ടു. ഓക്കെ, ആക്ച്വലി അതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു പ്രോബ്ലം ആണ്, ഈസി പ്രോബ്ലം ആണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഏത് ചെയ്യാന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ ഇല്ലുസ്ട്രേഷൻ 4 ആണ് ചെയ്യാൻ പോണത്. ഓക്കെ,
ഇത്രയും നേരം നമുക്ക് ആദ്യത്തെ പ്രോബ്ലം എന്താ നമ്മൾ ചെയ്തത്, നമുക്ക് എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഓർഡർ നമ്മൾ പഠിച്ചു. സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്തു, അതിൽ തന്നെ സെക്കൻഡ് പാർട്ട് എന്ത് ചെയ്തു, നമ്മൾ എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്രേൻ്റെ പെർസെൻറ്റേജ് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യാൻ പോണ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ എന്താണെന്നുള്ളത്, നമുക്ക് മിക്ക ഡീറ്റെയിൽസും, അതായത് ഫാക്ടറി ഓവർഹെഡിൻ്റെ, കുട്ടികൾ ടഫ് എന്ന് പറയണ തുടങ്ങണ ഏരിയ ഇതാണ്. ഫാക്ടറി ഓവർഹെഡിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. അതായത് ഫാക്ടറി ഓവർഹെഡ് എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറി ഓവർഹെഡിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനില്ല. അതായത് കഴിഞ്ഞ പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഫാക്ടറി ഓവർഹെഡ് നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കേണ്ടത് ലേബർ അവേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണേന്നാണ് നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കേണ്ടത്. എന്തിനാണ് ലേബർ അവേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടതെന്ന് ചിന്തിക്കണം, സിമ്പിളായിട്ട് ചിന്തിക്കണം. അതിൽ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ നമ്മൾ പഠിച്ചു. ഞാൻ ഫസ്റ്റേ പറഞ്ഞു എന്താണ്, ആ മെത്തേഡ് നമുക്ക് തറവായിരിക്കണമെന്ന്. മെഷീൻ അവർ റേറ്റ് മെത്തേഡ്, പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ അവേഴ്സ് മെത്തേഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ 6 മെത്തേഡുകൾ പഠിച്ചില്ലേ. ആ മെത്തേഡ് തറവായിട്ട് വേണം ഈ ജോബ് കോസ്റ്റ് ഇരിക്കാനായിട്ട്. ഓക്കെ, ഞാൻ തിരിച്ചും പോയി അത് പറയാത്തത് നമ്മൾ ഓൾറെഡി അവിടെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇനിയും തിരിച്ചും വന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോയി ആ വീഡിയോ ഒന്നും കൂടി കാണുക. ഒന്നുകൂടി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കത് തറവായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതി ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവണത്. ഓക്കെ, ഏത് രീതിയിൽ നമുക്ക് എടുക്കണം, ഏത് മെത്തേഡ് അനുസരിച്ച് നമുക്ക് എടുക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്കത് പഠിക്കാം. എങ്ങനെയാണ് ഇല്ലസ്ട്രേഷൻ 4 അനുസരിച്ച് ഈ മാനുഫാക്ചറിങ് കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A, B and C. 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓൾ പ്രൊഡക്ഷൻ ഈസ് അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് കസ്റ്റമേഴ്സ് ഓർഡർ ഓൺലി. അതായത് എല്ലാ പ്രൊഡക്ഷനും എന്തിനനുസരിച്ചാണ്, സ്പെസിഫിക് കസ്റ്റമേഴ്സ് ഓർഡർ ഓൺലി. സ്പെസിഫിക് ആയിട്ടുള്ള കസ്റ്റമറിൻ്റെ ഓർഡർ മാത്രമാണ് എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യണേന്ന്. ആ ക്ലൂ എന്താണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡർ ചെയ്യണത് ഇതിലാണ്, ജോബ് കോസ്റ്റിലാണ് അല്ലേ. കസ്റ്റമറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡർ നമ്മൾ എടുക്കണ ഇതിലാണ്, ജോബ് കോസ്റ്റിലാണ്. കണ്ട, ജോബ് കോസ്റ്റ് ആണെന്നുള്ളതിന് നമുക്ക് ഡയറക്റ്റായിട്ട് എന്താ ജോബ് കോസ്റ്റ് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടോ? ഇല്ല. അതിന് നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. ആ ഹിൻഡിനാണ് ആദ്യം നമ്മൾ ആ ഒരു അത്ര എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഓക്കെ, ജോബ് കോസ്റ്റ് എന്താണ്, എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ തരാനായിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഇതിൽ നിന്ന് നമുക്കിത് ജോബ് കോസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയെടുത്തില്ലേ. ഇനി അടുത്തത്, ഓൾ ഓർഡേഴ്സ് ആർ ഡിസിമിലർ. കണ്ട, എല്ലാം കസ്റ്റമറിൻ്റെ ഓർഡർ ആകുമ്പോൾ എല്ലാം എന്തായിരിക്കുള്ളൂ, സിമിലർ ആയിരിക്കുമോ? ഇല്ല, ഒരിക്കലും ആയിരിക്കില്ല. ആൻഡ് ദേ ഗോ through all the 3 department. Manufacturing cost for a given period were as follows. Department A, B, Z total തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഓവർ ഹെഡ് തന്നെയാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ചില പിള്ളേർ ഇതെന്ത് സംഭവമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അതെന്താണ്, ഫാക്ടറി ഓവർ ഹെഡ് തന്നെയാണ്. ഇല്ലേ, കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പർട്ടിക്കുലർ ഓർഡർ വാസ് ഡിറ്റർമിൻഡ് ആസ് ഫോളോസ്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബറിന് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് A, B, C എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് 600 ഇട്ടിട്ടുണ്ട്. ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞ് 600 ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഡയറക്റ്റ് ലേബറിൻ്റെ അതേ ടോട്ടൽ തന്നെ അവർ എടുത്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് അതായത് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ലേബറിൻ്റെ അതിൻ്റെ ആ ഒരു ഓർഡറിലാണ്, അതിൻ്റെ ആ പെർസെൻറ്റേജ് അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ടോട്ടൽ കറക്റ്റ് ആയിട്ടുണ്ട്, അതും സമ്മതിച്ചു. പക്ഷേ എന്താണ്, നമുക്കത് ടോട്ടൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുക, ജനറൽ മാനേജർ ഹാഡ് ആസ് എ ഐഡിയ ദാറ്റ് ജോബ് എക്സിക്യൂട്ടഡ് ഓൺ order of this nature are underpriced, so the service of the firm of cost accountant of which you are a member have been acquired for a thorough investigation. നമ്മളോടാണത് കറക്റ്റായിട്ട് നോക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ. ക്യാൻ യു ഡിറ്റക്ട് ആഫ്റ്റർ എ കെയർഫുൾ അനാലിസിസ് ഓഫ് ദ ലിമിറ്റഡ് അവൈലബിൾ ഇൻഫോർമേഷൻ ദ ഫണ്ടമെന്റൽ. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, ആകെ കുറച്ച് ഇൻഫോർമേഷനെ തന്നിട്ടുള്ളൂ. ആകെ ഇത് വെച്ച് നമ്മൾ എന്ത്
നന്നായിട്ട് എന്ത് അനലൈസ് ചെയ്യാനാണ് എന്നുള്ളതാണ്. അത് വെച്ചിട്ട് അതിലെന്താണോ കമ്പനിയുടെ മെത്തേഡ് അനുസരിച്ച് അസ്യൂമിങ് ദാറ്റ് ദ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് ആൻ അക്സെപ്റ്റബിൾ ബേസിസ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഓക്കെ, നമുക്ക് തന്നിരിക്കണ ഇതനുസരിച്ച് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അനുസരിച്ച് തന്നെയാണ് ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണത് എന്നുള്ളതാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കണത്, അനലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കണത്. എന്താണ്, റിവേസ്ഡ് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലേബറിനനുസരിച്ചാണ് നമ്മളുടെ അടുത്ത് ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. പക്ഷേ ടോട്ടൽ രണ്ടിടത്തും കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ലേബർ 600 ആണ്, ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 600 ആണ്. അതൊക്കെ ഓക്കെ. പക്ഷേ ഇത് എന്ത് മെത്തേഡാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. എന്ത് മെത്തേഡിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഡയറക്റ്റ് ലേബറാണ് നമുക്ക് ബേസ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ലേബർ ബേസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഏതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്? എക്കും ബിക്കും സിക്കും ഒരേ റേറ്റിലാണോ കൊടുത്തിരിക്കുന്നത് വേജസ്? അല്ല, എങ്ങനെ ഡിഫറൻ്റ് ആയിട്ടാണ്. 40, 20, 30 എന്നാണ്. അപ്പോൾ അവിടെ തരം തിരിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മളവിടെ പറഞ്ഞു ഡയറക്റ്റ് ലേബേഴ്സിന് സിമിലർ ആണെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് ലേബർ അവർ സിമിലർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡയറക്റ്റ് ലേബർ അവേഴ്സ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഓക്കെ, നമ്മളവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ. എന്താണ്, ഡയറക്റ്റ് ലേബർ സിമിലർ ആയിട്ടാണെങ്കിൽ ഡയറക്റ്റ് ലേബർ അതായത് ഡയറക്റ്റ് വേജസ് എല്ലാവർക്കും ഒരേപോലെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ പക്ഷേ സിമിലർ ആയിട്ടല്ല അല്ലേ, 40, 20, 30 അങ്ങനെ സിമിലർ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് മെത്തേഡ് ആണെങ്കിൽ എന്താണ്, ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് വേജസ് അല്ലേ, വേജ് റേറ്റ്. അതാണ് അതിൻ്റെ ഫോർമുലയായിട്ട് നമ്മൾ വന്നത്, ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്കിനി അതനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ പ്രൊപ്പോർഷനിലാണ് നമുക്ക് ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇരിക്കുന്ന ഇൻഫോർമേഷനൊക്കെ ഫസ്റ്റ് ചെയ്യാം. എന്താണ്, ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്? 1000 തന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം എഴുതാം. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്? ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞിട്ട് 120, 280, 200 അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 120, 280, 200. അപ്പം ഇതിൻ്റെ ടോട്ടൽ മാത്രം ഇപ്പുറത്തേക്ക് എഴുതാം. എത്രയാണ് ടോട്ടൽ വന്നത്? 600 ആണ് വന്നത്. ഓക്കെ, 600 നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 1600 പ്രൈം കോസ്റ്റ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് അതിൽ 600 തന്നിരിക്കണേ. നമുക്കത് എന്ത് ചെയ്യണം? നമുക്കതിനെ ഈ ഡയറക്റ്റ് വേജസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് വേജസ് എന്നുള്ളത് സിമിലർ അല്ല, അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് എ ബി സി എന്ന് പറഞ്ഞാൽ എഴുതാൻ പോണേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എക്ക് എഴുതാം. എക്ക് എഴുതാൻ നേരത്തെ എന്താണ്, ബഡ്ജറ്റഡ് ഓവർ ഹെഡ്. ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് തന്നിരിക്കണേ? ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എഴുതാൻ പറ്റണത്? 20,000 ആണ് അല്ലേ. എയുടെ 20,000, ബിയുടെ 40,000, സിയുടെ 30,000 ആണ്. അപ്പോൾ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ 20,000 ആണ്. 20,000 ഡിവൈഡഡ് ബൈ എന്താണ്? വേജ് റേറ്റ്. വേജ് റേറ്റ് എത്രയാണ്? 40,000 എയുടെ അല്ലേ. 40,000 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? എക്ക് എത്ര വരും? എക്ക് 20,000 ഡിവൈഡഡ് ബൈ 40,000 ഇൻറ്റു 100 എത്ര വന്നു? 50%. നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജ് മെത്തേഡാണ്, അതിന് പെർസെൻറ്റേജിലാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ 50% വന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി ബിയുടെ നമുക്ക് നോക്കാമല്ലോ. ബിയുടെ ഇതേ സെയിം ആയിട്ട് നമ്മൾ കാണാം. ബിയുടെ എത്രയാണ്? 40,000 ആണ്. ഓക്കെ, 40,000 ഡിവൈഡഡ് ബൈ 20,000 നേരെ തിരിച്ചിടണ പോലെ ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 40,000 ഡിവൈഡഡ് ബൈ 20,000 ഇൻറ്റു 100 എത്ര പെർസെൻറ്റേജ് വരും? അവിടെ ക്ലോസ് ചെയ്തില്ല. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ല. അപ്പോൾ എത്ര വന്നു? 200% വന്നു. ഇനി സീഡ, അതേ സീഡ തന്നെ എന്താണ്? അതേ സെയിം ആയിട്ട് എടുക്കാം. എങ്ങനെയാണ്? 30,000. അപ്പോൾ അവിടെ 100% തന്നെ 30,000 ഡിവൈഡഡ് ബൈ ഇതും 30,000 തന്നെ ഇൻറ്റു 100
അല്ലേ? അവിടെ എന്തായിരിക്കും അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100%. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പെർസെൻറ്റേജ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ പെർസെൻറ്റേജിൽ വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് കൊടുക്കേണ്ടത് 50, 200, 100 എന്നുള്ള പെർസെൻറ്റേജിൽ. അപ്പോൾ നമുക്ക് കൊടുക്കുവാണെങ്കിൽ അതെങ്ങനെ കൊടുക്കണം? ഡയറക്റ്റ് ലേബറിൻ്റെ ഈ പെർസെൻറ്റേജ്, അതായത് ഡയറക്റ്റ് ലേബർ എക്ക് എത്രയാണ്? 120 ആണ്. ആ 120യുടെ 50%, ഫസ്റ്റ് 50 അല്ലേ, 50% ആണ് എക്ക് കൊടുക്കേണ്ടത്. 280യുടെ 200% കൊടുക്കണം. 200 എന്ന് വെച്ചാൽ അതിൻ്റെ ഡബിൾ കൊടുക്കണം. ഈ 200ൻ്റെ 100% എക്ക് കൊടുക്കണം. ഓക്കെ, അതായത് 200 തന്നെ കൊടുത്താൽ മതി. അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഫാക്ടറി ഓവർ ഹെഡിന് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ എത്ര വരുമെന്ന് നോക്കാം. ഇവരാകെ ടോട്ടലായിട്ട് 600 കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് എത്രയാണ്? 120, 280, 200 ആണ് ലേബർ. അപ്പോൾ 120യുടെ ഫസ്റ്റ് വന്ന പെർസെൻറ്റേജ് എത്രയാണ്? 50%. 50%ലാണ് എക്ക് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ 280യുടെ എത്ര പെർസെൻറ്റേജിലാണ്? 200% അല്ലേ? 200%ൽ ബിക്ക് കൊടുക്കണം. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സിക്ക് 200ൻ്റെ 100%. ഇതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, 120യുടെ 50% എന്ന് പറയുമ്പോൾ എത്രയാണ്? 60. 280യുടെ 200% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ വരും, 560. 200ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 200. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ അപ്പോൾ ടോട്ടൽ എത്ര വന്നു? ടോട്ടൽ നമുക്ക് 820 വന്നു. ശരിക്കും അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര കൊടുത്തിട്ടുണ്ടായുള്ളൂ? അവർ 600 തന്നെ കൊടുത്തു. എത്രയാണോ ഡയറക്റ്റ് ലേബർ വന്നോ അത് തന്നെ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് കൊടുത്തു. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ടോട്ടൽ ചെയ്യാൻ നേരത്തേക്കും 600, 560, 200 ഇതാണ് ടോട്ടൽ കോസ്റ്റ്. എത്ര വരും? 2420 ആണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, സിമ്പിളായിട്ട് തീർന്നില്ലേ? നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് എന്താണെന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. ഏത് മെത്തേഡ് അനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഡയറക്റ്റ് ലേബർ ആദ്യം തന്നെ നമുക്ക് ഇതിന് ഫാക്ടറി ഓവർ ഹെഡിന് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഡയറക്റ്റ് ലേബറിലോട്ടാണ്. ഡയറക്റ്റ് ലേബർ എങ്ങനെയാണ് കൊടുത്തിരിക്കണേന്ന് നമുക്ക് നോക്കാം. സിമിലർ ആയിട്ടാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച ആ മെത്തേഡ് ഏതാണെന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റിയത് നോക്കാം ഏതാണെന്നുള്ളത്. ഇനി നമ്മൾ ഇല്ലുസ്ട്രേഷൻ 2 ആണ് ചെയ്യാൻ പോകുന്നത്. ഇല്ലുസ്ട്രേഷൻ 2ൽ എന്താ കൊടുത്തിരിക്കുന്നത്? വർക്ക് ഓർഡർ ഫോർ 100 യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഹാസ് ടു പാസ് ത്രൂ 4 ഡിഫറെൻറ്റ് മെഷീൻ ഓഫ് വിച്ച് ദ മെഷീൻ അവർ റേറ്റ് ആണ്. മെഷീൻ അവർ റേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫോളോയിങ് എക്സ്പെൻസ് ഹാവ് ബീൻ ഇൻകേർഡ് ഓൺ ദ വർക്ക് ഓർഡർ. മെറ്റീരിയൽ, വേജസ്, മെഷീൻ പി has been engaged for 200 hours, machine Q for 160 hours, machine R എത്രയാണ്, machine S എത്രയാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ മെഷീനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ? ഇത്രയും മെഷീൻ ഉണ്ട്, അതിൻ്റെ റേറ്റും അവേഴ്സും എല്ലാ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? മെഷീനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മെഷീൻ അവർ റേറ്റ് ആണ് കാണേണ്ടത്. മെഷീൻ അവർ റേറ്റ് ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്? ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് മെഷീൻ അവർ റേറ്റ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ആ മെഷീൻ അവർ അനുസരിച്ചാണ് ഇവിടെ കാണേണ്ടതെന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ബാലൻസ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദ വർക്ക് ഓർഡർ ഹാസ് ബീൻ കംപ്ലീറ്റഡ്, മെറ്റീരിയൽ വർത്ത് 400 ആർ ഫൗണ്ട് ടു ബി സർപ്ലസ് ആൻഡ് ആർ റിട്ടേൺ ടു സ്റ്റോർ അല്ലേ? എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 400 എന്ത് ചെയ്തു? കൂടുതലായിട്ട് വന്നു. അതെന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്തു. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? മെറ്റീരിയൽ ഇവിടെ 8000 എന്താ കൊടുത്തിരിക്കുന്നത്. ആ 8000ൽ ഈ 400 കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? അത് നമുക്ക് അങ്ങോട്ട് മാറ്റിക്കളയണം. 8000ൽ നിന്ന് 400 മാറ്റിയിട്ട് ബാലൻസ് ഉള്ള 7600 മാത്രം നമുക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്ത ഓഫീസ് ഓവർ ഹെഡ് യൂസ് ടു ബി 40% ഓഫ് വർക്ക് കോസ്റ്റിന്റെ 40% ആണ് ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ബട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ഓൾ റൗണ്ട് റൈസ് ഇൻ ദ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്, ദർ ഹാസ് ബീൻ
എ 50% റൈസ് ഇൻ ദ ഓഫീസ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എല്ലാ എക്സ്പെൻഡിച്ചറൊക്കെ കൂടിയതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചു? ഓഫീസ് ഓവർ ഹെഡിൽ എത്ര ശതമാനം ഉണ്ടായി? 50% റൈസ് ഉണ്ടായി. അതായത് 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്ത്? ഓഫീസ് ഓവർ ഹെഡ് ഇൻക്രീസ് ചെയ്ത്. സാധാരണ വർക്ക് കോസ്റ്റിൻ്റെ 40% ആണ്. പക്ഷേ എന്താണ്, നമ്മുടെ എക്സ്പെൻസ് എല്ലാം കൂടിയതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഓഫീസ് ഓവർ ഹെഡിലും നമുക്ക് എന്ത് ചെയ്യും? 50% റൈസ് ഉണ്ടായി. 50% റൈസ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40%ൻ്റെ 50% റൈസ് ഉണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? 40%ൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 അല്ലേ? അപ്പോൾ 40 + 20 60% ടോട്ടൽ റൈസ് ഉണ്ടായി എന്നാണ് ഉദ്ദേശിച്ചേക്കണത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തത്, മോർ ഓവർ ഇറ്റ് ഈസ് നോൺ ദാറ്റ് 10% ഓഫ് പ്രൊഡക്ഷൻ വിൽ ഹാവ് ടു ബി സ്ക്രാപ്ഡ് as not being up to the specification, and the sale proceeds of the scrapped output will be only 5% of the cost of sale. എന്താ ഉദ്ദേശിക്കണത്? അതായത് നമുക്ക് എന്താ പറയുന്നത്, സ്ക്രാപ്പ് എന്ന് പറയുന്ന ഐറ്റം, സ്ക്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ കോസ്റ്റിന് മുന്നേ ആയിട്ടാണ് അത് സ്ക്രാപ്പ് ലെസ് ചെയ്യേണ്ടത്. ടോട്ടൽ കോസ്റ്റിന് മുന്നേ ആയിട്ട് നമ്മൾ സ്ക്രാപ്പ് ലെസ് ചെയ്യണം. ഓക്കെ, ആ സ്ക്രാപ്പ് എന്ന് പറയുന്ന ഐറ്റം അത് എത്രയാണോ, അതായത് ആ സ്ക്രാപ്പ് വാല്യൂവിൽ നമ്മൾ എത്രയാണ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണോ അത് കണ്ടുപിടിക്കുക. അതിൻ്റെ 10%, ആ 10%ൽ 5% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് എടുക്കാനേ പറ്റില്ല എന്നുള്ള പോലെയാണ് എടുക്കേണ്ടത്. അതായത് 5% നമ്മൾ ആ 10%ൻ്റെ 5% നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രാപ്പായിട്ട് കണ്ട് മൈനസ് ചെയ്തോളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി if the manufacturers want to make profit 20% വേണം ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റിന് 20%. ടോട്ടൽ കോസ്റ്റ് എത്രയാണോ കാണുന്നത്, ടോട്ടൽ കോസ്റ്റ് കാണുന്നതിന് മുന്നേ നമ്മൾ സ്ക്രാപ്പ് മൈനസ് ചെയ്തിട്ടുള്ളതാണ് ടോട്ടൽ കോസ്റ്റ്. ആ ടോട്ടൽ കോസ്റ്റിന് 20% നമ്മൾ എന്തായിട്ട് എടുക്കണം? പ്രോഫിറ്റ് ആയിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ യൂണിറ്റ് ഓഫ് കമോഡിറ്റി റെഡി ഫോർ സെയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഇതൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ മെഷീനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ മെഷീൻ അനുസരിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം? നമുക്ക് ഓരോന്നും തന്നേക്കണം, ഓരോന്നും നമുക്ക് എടുക്കണം. ഓക്കെ, ഇതിൽ മെഷീൻ അവർ റേറ്റ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, മെറ്റീരിയൽ 8,000 ആണ്. പക്ഷേ 8,000 എടുക്കാവോ? ഇല്ല. ഇവിടെ നമ്മൾ റിട്ടേൺ ഉണ്ടെന്ന് പറഞ്ഞു 400, അത് മൈനസ് ചെയ്തിട്ടുള്ള 7,600 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് മെറ്റീരിയലിൽ നിന്ന് 8,000 നിന്ന് ആ 400 മൈനസ് ചെയ്തിട്ട് ബാലൻസ് പറഞ്ഞാൽ 7,600 ഇത് എടുക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞത് 500 ആണ്. ഓക്കെ, അപ്പോൾ 8,100 ആണ് പ്രൈം കോസ്റ്റ് ആയിട്ട് വരുന്നത്. അത് മനസ്സിലായി. ഇനി ഫാക്ടറി ഓവർ ഹെഡ് എടുക്കാൻ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. മെഷീൻ അവർ റേറ്റിൻ്റെ ബേസിസിൽ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് എന്തിൻ്റെ ബേസിൽ എടുക്കാം? മെഷീൻ അവർ റേറ്റിൻ്റെ ബേസിസിൽ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെഷീൻ അവർ റേറ്റിൻ്റെ ബേസിസിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ പിയുടെ എന്താണ് നമുക്കിവിടെ ചെയ്യാം? പിയുടെ എന്താ തന്നിരിക്കുന്നത്? പിയുടെ അവർ തന്നിട്ടുണ്ട്. പിക്ക് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 200 hours ആണെന്ന് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. 200 hours-നും ഓക്കെ പിക്ക് വരുന്ന റേറ്റ് എത്രയാണ്? 1.25 ആണ് പിക്ക് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1.25. ഓക്കെ, അപ്പോൾ എത്ര വരും? 1.25 250. ഓക്കെ, 250 ആണ് പിയുടെ ഫാക്ടറി ഓവർ ഹെഡ് ആയിട്ട് തന്നെ. അതേപോലെ ഇത് ഓരോന്നും നമുക്ക് ക്യൂടെ കാണാം. ക്യൂടെ കാണുന്നുണ്ടെങ്കിൽ എത്ര വരും? 160 ആണ്. 160ക്ക് എത്രയാണ്? 2.5 ആയിട്ട് കാണാം. അടുത്തത് ആറിൻ്റെ എങ്ങനെയാണ്? ആറിന് 240 ആണ്. അതിന് 3 rupees ഇട്ട് കാണാം. എസ്സിന് എത്രയാണ്? എസ്സിന് 132 ആണ്. 2.25 ഇടുക. ഓക്കെ, അപ്പോൾ ഇവിടെ 160 × 2.5 240 × 3 132 × 2.25. ഓക്കെ, 1667 എന്നുള്ളത് ടോട്ടലായിട്ട് കിട്ടും. അപ്പോൾ പിയുടെയും ക്യൂയുടെയും ഇത് ആറിൻ്റെയൊക്കെ നമുക്ക് എഴുതാം. 250 400 720 297. ഓക്കെ, ടോട്ടൽ നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ എത്രയാണ് വന്നത്? 1667. ഓക്കെ, അപ്പോൾ വർക്ക് കോസ്റ്റ് 9768 കിട്ടും. ഇനി അടുത്ത എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്?
ഓഫീസ് ഓവർ ഹെഡ് എത്രയാണ്? 40% ഓഫ് വർക്ക് കോസ്റ്റ്. വർക്ക് കോസ്റ്റിന് 40% ആണ്, പക്ഷേ അതിൽ 50% റൈസ് ഉണ്ടായി. അതായത് ടോട്ടൽ എത്ര എടുക്കണം? 40%, 50% എന്ന് പറഞ്ഞാൽ 20 ആണ്. 40 + 20 എത്രയാണ്? 60%. വർക്ക് കോസ്റ്റിൻ്റെ 60% ആണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടതെന്ന്. ഓക്കെ, ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ അതായത് 9767ൻ്റെ 60% എടുക്കണം. ഓക്കെ, 5860. നിങ്ങൾക്ക് ആ പോയിൻ്റൊക്കെ ഒഴിവാക്കി എടുക്കാം. 0.2 ഒന്നും ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ വന്നു. ഇനി സ്ക്രാപ്പ് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രാപ്പ് നമ്മൾ 10%ൻ്റെ 5% ആണ് സ്ക്രാപ്പായിട്ട് എടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ 10% കാണണം. അതായത് സ്ക്രാപ്പിൻ്റെ നേരെ കൊണ്ടുവന്നിട്ട് 15627ൻ്റെ 10% എത്രയാണോ അതിൻ്റെ 5% എടുക്കണം. അതിൻ്റെ 5% എടുക്കണം. ഓക്കെ, ഇതാണ് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. 15627ൻ്റെ 10% അതിൻ്റെ 5%. ഓക്കെ, എത്ര വന്നു? 78 വന്നു. 78 ആയിട്ട് തന്നെ എടുക്കാം. നമുക്കിവിടെ പോയിന്റ് കളഞ്ഞേക്കാം, ചെറിയ പോയിന്റ് അല്ലല്ലോ, ആ കളഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ത് വരും? ഈ 15627 നിന്ന് -78 മൈനസ് ചെയ്യണതാണ് ടോട്ടൽ കോസ്റ്റ് അല്ലേ? സ്ക്രാപ്പ് മൈനസ് ചെയ്യണതാണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് പറഞ്ഞത്. സ്ക്രാപ്പ് മനസ്സിലായില്ലേ? ആ കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ 10% അതിൻ്റെ 5% എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്ക്രാപ്പ് നമുക്ക് കിട്ടി. അതിൽ നിന്നും സ്ക്രാപ്പിൽ നിന്ന് മൈനസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ കോസ്റ്റ് കിട്ടുള്ളൂ. ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടി. പിന്നെ അവിടെ പ്രോഫിറ്റിൻ്റെ കാര്യം എന്താ പറഞ്ഞിരിക്കണേ? പ്രോഫിറ്റ് എത്രയോ ആണ് ടോട്ടൽ കോസ്റ്റിൻ്റെ 20% ആണെന്ന് കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രോഫിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിൻ്റെ 20% ആണെന്ന്. അതായത് എന്തായിരിക്കുള്ളൂ? 15549ൻ്റെ 20%. ഓക്കെ, അപ്പോൾ 15549ൻ്റെ ഇൻറ്റു 20% എത്ര വരും? 3109. അതിനെ നമുക്ക് പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ 10 വരും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറാണ്. എത്രയാണ്? 18 ഇതിൽ നിന്ന് ടോട്ടൽ ചെയ്യണം. 154,9ഉം 310. അപ്പോൾ 18659 വരും. ഓക്കെ, ഇനി അതിൻ്റെ യൂണിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് എന്തുകൊണ്ടാണ് കാണുന്നത്? നമുക്കിവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വർക്ക് ഓർഡർ ഫോർ 100 യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. ആ യൂണിറ്റ് തന്നത് കൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കാണാം. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് 18659 എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 100 ഇട്ട് കൊടുത്താൽ മതി. അത് തന്നെ അതിൻ്റെ യൂണിറ്റ്. 18659 ഡിവൈഡഡ് ബൈ 100 എത്ര വരും? 186.59 ആണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണ് ജോബ് കോസ്റ്റ് എന്നുള്ളത്. നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവണം, ഏത് ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച പോലെ ആ മെത്തേഡ് 6 പഠിച്ചിരിക്കണം. മെത്തേഡ് പഠിച്ചിട്ട് നമുക്ക് ഇതേപോലെ. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുമ്പോൾ അതിന് നോട്ട് എഴുതുക. ഇത് മെഷീനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മെഷീൻ അവർ റേറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ആ മെഷീൻ അവർ റേറ്റ് അനുസരിച്ച് ഫാക്ടറി ഓവർ ഹെഡ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ നോട്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ മാർക്ക് നിങ്ങൾക്ക് മിസ്സാവില്ല, കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സിമ്പിളാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെ തന്നെയുള്ള ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അത് നമുക്കെടുക്കാം. ഇനി ഇല്ലുസ്ട്രേഷൻ 1. ഇല്ലുസ്ട്രേഷൻ 1 എന്താണ്? ആസ് എ ന്യൂലി അപ്പോയിൻറ്റഡ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് യു ഫൈൻഡ് ദാറ്റ് the selling price of job number 9669 has been calculated on the following basis. Material, direct wages, അത് ആഡ് ചെയ്തപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. ടൈന് എന്ത് ചെയ്തു? +33% പ്രൈം കോസ്റ്റിൻ്റെ 33% എടുത്തിട്ട് അത് പ്രോഫിറ്റായിട്ട് കാണിച്ച് അങ്ങനെ ടോട്ടൽ കണ്ടു. ഓക്കെ, ആസ് ആൻ അനാലിസിസ് ഓഫ് ദ പ്രീവിയസ് ഇയേഴ്സ് P&L അക്കൗണ്ട്
അനലൈസ് ചെയ്തപ്പോൾ എന്തൊക്കെ ഉണ്ടായിൽ? മെറ്റീരിയൽ, വേജസ്, ഫാക്ടറി ഓവർഹെഡ്, സെല്ലിംഗ് കോസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇവിടെയും വരണ്ടേ? പക്ഷേ ഇവിടെ എന്താണ്, ലേബറും വേജസും മാത്രം കൊടുത്തു അതിൻ്റെ പെർസെൻറ്റേജിൽ പ്രോഫിറ്റും കണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ്, സെല്ലിംഗ് കോസ്റ്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ പുതിയ അക്കൗണ്ടൻറ്റ്? ഇല്ല. നമ്മളത് ചെയ്യണം അല്ലേ? യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ആൻഡ് എൻറ്റർ ദ റിവേഴ്സ്ഡ് കോസ്റ്റ് യൂസിങ് ദ പ്രീവിയസ് ഇയേഴ്സ് ഫിഗേഴ്സ്. പിന്നെ എന്താണ്, ജോബ് കോസ്റ്റ് ഷീറ്റ്, ആഡ് ടു എ ടോട്ടൽ ജോബ് കോസ്റ്റ് 10% ഫോർ പ്രോഫിറ്റ് ആൻഡ് ഗീവ് ദ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് വേജസ് ഉണ്ട്. ഡയറക്റ്റ് വേജസ് എത്രയാണ്? 22 hours 25 പൈസ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 25. അപ്പോൾ എക്കും ബി ഡിപ്പാർട്ട്മെൻറ്റും സിക്കും ഒക്കെ എന്താണ്, ഒരേ വേജസ് ആണ്. അപ്പോൾ അതായത് വേജസിൽ എന്താണ്, വേജസിൽ എല്ലാവർക്കും ഒരേപോലെയാണ്, സിമിലർ വേജസ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലായി അല്ലേ? ഒരേ വേജസ് ആണ് ഉപയോഗിക്കണതെന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ കാണാനായിട്ട്. അതായത് ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡായിട്ട് ഉപയോഗിക്കണം. ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഇയറിൻ്റെ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ് ലേബറിൻ്റെ എത്ര അവർ വാങ്ങിക്കുന്നുണ്ട്, ടോട്ടലായിട്ട് എത്ര വാങ്ങിച്ചു എന്ന് തന്നിട്ടില്ല. എത്രയാണ് അവർ 10 hour വർക്ക് ചെയ്തു, 25 പൈസയാണ് ഒരു അവറിന് എന്നുള്ള പോലെ തന്നിട്ടുണ്ട്. പക്ഷെ അവർ ടോട്ടൽ എത്രയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ തന്നിരിക്കണം ബേസ് ചെയ്യേണ്ടി വരും. എന്താണ്, അവിടെ ഡയറക്റ്റ് വേജസ് എത്രയാണ് എക്കും ബിക്കും സിക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, നമുക്കിപ്പോൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഡയറക്റ്റ് വേജസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ പ്രീവിയസ് ഇയറിൽ നോക്കണം. ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്നുള്ളത് എക്ക് എന്താണെന്നുള്ളത് നമുക്ക് എന്താണ്, ഇതെല്ലാം പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഇവിടുത്തെ ഇപ്പോഴത്തെ ഒന്നിലും തന്നിട്ടില്ല. ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്താണ്, എക്കാണെങ്കിൽ 2500 ആയിട്ട് എടുക്കാം. ഇനി ബഡ്ജറ്റഡ് ലേബർ അവർ റേറ്റ് എങ്ങനെ എടുക്കും? ബഡ്ജറ്റഡ് ലേബർ അവർ റേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയാണ്, ഇവിടെ 5000 ആണെന്ന് നമുക്കറിയാം. 5000 എന്നുള്ളത് അവർക്കുള്ള റേറ്റ് എത്രയാണ്, 25 പൈസയാണെന്ന് നമുക്കറിയാം. 5000 ഡിവൈഡഡ് ബൈ 25 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് ആ ഇത് കിട്ടണേന്ന് നമുക്ക് കിട്ടും അല്ലേ? ആ എമൗണ്ടിന് 2500 ഡിവൈഡഡ് ബൈ കിട്ടിയ എമൗണ്ട് ചെയ്യാൻ നേരത്തേക്കും നമുക്ക് ആ ഒരു റേറ്റ് കിട്ടും. ആ റേറ്റിന് എത്ര 10 hours അതേപോലെ 4 hours 8 hours കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തേക്കും നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് ഇരിക്കുക. കാരണം ഇവിടെ കൺഫ്യൂസ് പറഞ്ഞത് എന്താണ്, ഈ വർഷത്തെ നമുക്ക് തന്നിട്ടില്ല, അതിന് പകരം ഡയറക്റ്റ് ഇത് നമ്മൾ ആ ഫാക്ടറി ഓവർ ഹെഡ് ചെയ്യേണ്ടത് എന്തിൻ ബേസിസിലാണ്, പ്രീവിയസ് ഇയറിൻ്റെ ബേസിസിൽ എടുക്കണം. അവിടെയാണ് ഇത്തിരി കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുള്ളത്. നമുക്കത് ചെയ്യുമ്പോൾ നോക്കാം. എന്താണ്, മെറ്റീരിയൽ തന്നിട്ടുണ്ട് 12.08 എന്ന്, ഡയറക്റ്റ് മെറ്റീരിയൽ 12.08 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറക്റ്റ് ലേബർ എത്ര തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ 5.5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എത്രയായിട്ടാണ് തന്നിരിക്കുന്നത്, 10 × 0.25. നമ്മൾ അങ്ങനെയല്ലേ എടുക്കേണ്ടത്, 10 × 0.25. ഓക്കെ, 10 × 0.25. അടുത്ത എത്രയാണ്, അടുത്ത 4.8 അല്ലേ? വേജസ് സെയിം ആണ്. 4 × 0.25, 8 × 0.25. ടോട്ടൽ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ 2.5 1 2. അപ്പം അതിൻ്റെ ടോട്ടലായിട്ട് എത്ര വന്നിട്ടുണ്ട്, 5.5 വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞ് 5.5 ഇടാം. അപ്പോൾ ടോട്ടൽ എത്ര വന്നു, 17.58 ടോട്ടലായിട്ട് വന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്തത് നമുക്ക് ഫാക്ടറി ഓവർ ഹെഡ് കാണണം. ഫാക്ടറി ഓവർ ഹെഡ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരേ ടൈപ്പ് വേജസ് ആണ് കൊടുക്കണേ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരേ ടൈപ്പ് വേജസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ലേബർ അവർ റേറ്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ബഡ്ജറ്റഡ് ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ എക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എക്ക് 2500 ആണ് ഡിവൈഡഡ് ബൈ എന്താണ്, ബഡ്ജറ്റഡ് ലേബർ അവർ റേറ്റ് കാണാം. ലേബർ അവർ റേറ്റ് കാണാനായിട്ട് ഇവരുടെ വേജസ് എത്ര എടുക്കാൻ പറ്റുള്ളൂ, 5000 എടുക്കാം. ഈ 5000 എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്കത് ഇവിടെ ചെയ്യാവേ. ഓക്കെ,
5000 എന്ന് പറയുന്നത് എന്താണ്? 5000 എന്ന് പറയുന്നത് എത്ര അവേഴ്സ് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ 5000 കിട്ടിയേക്ക് ഉണ്ടാവുക? നമുക്ക് അവിടെ റേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 25 പൈസ അല്ലേ? 25 പൈസ വെച്ചാണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. 25 പൈസ വെച്ച്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 2500 ഇൻറ്റു 2500 ഡിവൈഡഡ് ബൈ ആ 20,000 ഇടുക. എത്ര വരും അപ്പോൾ? 2500 ഡിവൈഡഡ് ബൈ 20,000. അപ്പോൾ 0.125 എന്ന് വേണ്ടി 125 വെച്ച് എത്ര അവേഴ്സ് ഈ പ്രാവശ്യം അവർ വർക്ക് ചെയ്തു? 10 അവേഴ്സ്. ഇത് പ്രീവിയസ് അവറിലാണ്. ഓക്കെ, പ്രീവിയസ് അവറിൽ എന്താണ്? നമുക്ക് പ്രീവിയസ് അവറിലാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇത് തന്നിരിക്കണം, നമുക്ക് ഡാറ്റ തന്നിരിക്കണം. അതനുസരിച്ച് നമ്മൾ ഫാക്ടറി ഓവർ ഹെഡ്, അതായത് ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ലേബർ അവർ റേറ്റ് എന്നല്ലേ നമുക്ക് ഡയറക്റ്റ് ലേബർ അവർ കാണാനുള്ള ഫോർമുല. അപ്പോൾ ബഡ്ജറ്റഡ് അവർ എന്ന് പറയുന്നത് നമുക്ക് അറിയാം 2500 ആണെന്ന്. ലേബർ അവർ കാണാനായിട്ട് എന്താണ്? നമുക്ക് ഈ വർഷത്തെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതിലെന്താണ് ഉള്ളത്? കഴിഞ്ഞ വർഷത്തെ വേജസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ വേജസ് എന്ന് പറഞ്ഞാൽ എന്തായാലും 25 പൈസ ആയിരിക്കുമല്ലോ ഒരു മണിക്കൂറിന്. അങ്ങനെ 5000 കിട്ടണമെന്നുണ്ടെങ്കിൽ 25 പൈസ വെച്ച് എത്ര മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടായി നോക്കണം. അപ്പോൾ 5000 ഡിവൈഡഡ് ബൈ 0.25 വെച്ചിട്ട് 20,000 അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2500 ഡിവൈഡഡ് ബൈ 20,000 ഇടുമ്പോൾ 0.125 ആണ് വന്നേക്കണം. അങ്ങനെ ഇവർ ഈ പ്രാവശ്യം എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്? അവർ ഈ പ്രാവശ്യം 10 അവർ അല്ലേ? 0.125 ഇൻറ്റു ഈ പ്രാവശ്യം എത്ര അവർ വർക്ക് ചെയ്തിട്ടുണ്ട്? 10 അവർ. 10 അവർ വെച്ചിട്ട് എത്രയാണ്? 1.25 ആണ് എക്കെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ബിക്ക് ചെയ്യുക. ബിക്ക് എങ്ങനെയാണ്? ബിക്ക് 4000 ആണ്. 4000 ഡിവൈഡഡ് ബൈ എത്ര വരും? ബിക്ക് എത്രയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6000 ആണ്. ബിക്ക് 6000 ആണ്. 6000 ആണ്. ആ 6000 വേജസ് കിട്ടിയത് എത്ര അവേഴ്സ് വർക്ക്, എത്ര പൈസ വെച്ചിട്ടായിരിക്കുള്ളൂ? ഒരു മണിക്കൂറിന് 25 പൈസ വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എത്ര അവർ വർക്ക് ചെയ്തിട്ടുണ്ട്? 24,000 അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ 24,000 അവേഴ്സിന് 4,000 ബഡ്ജറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ലേബർ അവർ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 24,000 ആണ്. ആ 24,000 ഇടാൻ നേരത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 4,000 ഡിവൈഡഡ് ബൈ 24,000 എത്ര വരും? 1.167 എടുക്കാം. ഓക്കെ, ഇത്രയും ഇത് വേണ്ട. അപ്പോൾ 0.167 ഇൻറ്റു എത്ര അവറാണ്? 4 അവറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.67 ഓർ 668 അങ്ങനെ എടുക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സിക്ക് എത്രയാണ്? സി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയാണ് ബഡ്ജറ്റഡ് ഓവർ ഹെഡ്? 1000 ആണ്. 1000 ഡിവൈഡഡ് ബൈ എത്ര അവറാണ്? സി 4000 അവേഴ്സ് ആണ്. 4000 ഡിവൈഡഡ് ബൈ 0.25 വെച്ച് എത്ര അവേഴ്സ് വർക്ക് ചെയ്യണമെന്ന് വെക്കണം. ഓക്കെ, എത്രയാണ്? 16,000 അവേഴ്സ് വർക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 16,000. ഓക്കെ, ഡിവൈഡഡ് ബൈ 16,000 എത്ര വന്നു? 0.625. അങ്ങനെ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു? സി പ്രാവശ്യം 8 അവേഴ്സ് വർക്ക് ചെയ്തു. അങ്ങനെ 0.5 ആണ് സിക്ക് ഫാക്ടറി ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 2.418 വരും. അപ്പോൾ എത്രയൊക്കെയാണ്? 1.25, 0.67, 1.25, 0.67, 0.5 ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2.42 വരും. ഓക്കെ, അങ്ങനെ വർക്ക് കോസ്റ്റ് നമുക്ക് കിട്ടി. വർക്ക് കോസ്റ്റ് എത്രയാണ്? 20 എന്ന് കിട്ടി. ഇനി സെല്ലിംഗ് കോസ്റ്റിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സെല്ലിംഗ് കോസ്റ്റ് പക്ഷേ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിലും സെല്ലിംഗ് കോസ്റ്റ് പ്രീവിയസ് ഇയർ ഉണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട്. സെല്ലിംഗ് കോസ്റ്റ് അപ്പോൾ എങ്ങനെയാണ് എടുത്തിരിക്കണേ എന്നുള്ളത് നമുക്ക് കാണണം. പ്രീവിയസ് ഇയർ അല്ലേ നമുക്ക് ബേസ് ആയിട്ടുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാം. എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞ് എടുക്കാം. അപ്പോൾ എന്താണ്? പ്രീവിയസ് ഇയറിൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റ് കാണണം. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് പ്രീവിയസ് ഇയറിൻ്റെ ഇതേപോലെയാണ്. അത് ജസ്റ്റ് ഒന്ന് വരച്ചാലും മതി. എന്താണ്? നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ കോസ്റ്റ് ഷീറ്റ് അധികം ഇതൊന്നും വേണ്ട. എന്താണ്? ജസ്റ്റ് ഇത്രയും ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയൊന്നും വരയ്ക്കുകയൊന്നും വേണ്ട. റഫായിട്ട് വരച്ചാൽ മതി. ഇതൊന്നും വേണ്ട. റഫായിട്ട് വരച്ചാൽ മതി. നമുക്ക് ആ ഫിഗർ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെല്ലിങ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ എങ്ങനെ കൊടുത്തിരുന്നത് വെച്ചത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട്
77,500. ഡയറക്റ്റ് മെറ്റീരിയൽ അതേപോലെ തന്നെ എടുത്ത് എഴുതുക. ഡയറക്റ്റ് ലേബർ എത്രയാണ്? 5, 6, അതായത് 15,000. ടോട്ടൽ എഴുതിയാൽ മതി. 15,000 അല്ലേ? അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? 92,500 വരും. ഇനി ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്തിരിക്കണേ? ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് 5, 6, 7,500 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ എടുത്താൽ മതി. ABC ടോട്ടൽ എടുക്കുക. എത്രയാണ്? 7,500. വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 1 lakh കിട്ടി. ഇനി സെല്ലിംഗ് കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം? 30,000. സെല്ലിംഗ് കോസ്റ്റ് എത്രയാണ്? 30,000. അപ്പം ഇതാണ് കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. എന്താണ്? അപ്പം അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽ. കോസ്റ്റ് ഓഫ് സെയിൽ എന്തായിരിക്കും? ഈ 1 lakh പ്ലസ് 30,000, 1,30,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെല്ലിംഗ് കോസ്റ്റ് വർക്ക് കോസ്റ്റിൻ്റെ, അതായത് നമുക്ക് ഇവിടെ എന്താ കിട്ടിയിരിക്കണേ? വർക്ക് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സെല്ലിംഗ് കോസ്റ്റ് എത്രയെന്ന് അറിയില്ല, പ്രീവിയസ് ഇയറിൻ്റെ ബേസിൽ എടുക്കണം. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് എന്നുള്ളത് വർക്ക് കോസ്റ്റിൻ്റെ ഇതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക. അതായത് 30,000 ഡിവൈഡഡ് ബൈ വർക്ക് കോസ്റ്റ് എത്ര? 1 lakh ഇൻറ്റു 100. എത്ര? ഒരു 30% എടുത്തേക്കണേ. അതായത് വർക്ക് കോസ്റ്റിൻ്റെ 30% ആണ് സെല്ലിംഗ് കോസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണേന്ന്. അപ്പോൾ 20യുടെ 30% ആണ് നമുക്ക് എന്തായിട്ട് എടുക്കേണ്ടത്? സെല്ലിംഗ് കോസ്റ്റ് ആയിട്ട് ഇവിടെ എടുക്കേണ്ടത്. 20യുടെ 30% എത്ര വരും? 6 നമുക്ക് ഇവിടെ സെല്ലിംഗ് കോസ്റ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ 26 വരും. പ്രോഫിറ്റ് നമുക്ക് ഇവിടെ C ആയിട്ട് തന്നിട്ടുണ്ട്, C പോയിന്റ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ്? 10% ആണ് എടുക്കേണ്ടതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, C പോയിന്റ് ആയിട്ട്. ഓക്കെ, പ്രോഫിറ്റ് 10% എടുക്കുക. അപ്പോൾ എത്രയാണ്? അത് 2.6 വന്ന് അല്ലേ? 26ൻ്റെ 10%. 2.6 റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ്. റൗണ്ട് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 2.6. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ 29 റൗണ്ട് ഓഫ് ചെയ്ത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 28.6 ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും സിമ്പിളാണ്. നമുക്ക് ആകെ കൺഫ്യൂഷൻ പറഞ്ഞത് എന്താണ്? ഈ പ്രാവശ്യത്തെ ഡാറ്റ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്തു? കഴിഞ്ഞ വർഷത്തെ മാത്രം തന്നുകൊണ്ടാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. അപ്പോൾ അതിൽ ഓക്കെ ആവും. നമ്മൾ എടുത്തിരിക്കണം ഇതൊക്കെ കറക്റ്റാണ്. എന്താണ് എടുക്കുന്നത്? നമുക്ക് ഒരേ റേറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യണം. ആ ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡ് കാണാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ പ്രാവശ്യത്തെ ഡാറ്റ ഒന്നുമില്ല, കഴിഞ്ഞ വർഷത്തെ ചെയ്യണം. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ്, ഡയറക്റ്റ് വേജസ് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ്. ഡയറക്റ്റ് വേജസിൻ്റെ ടോട്ടലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് ഇത്രയും എമൗണ്ട് കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് പക്ഷേ എന്താ അറിയാം? ടോട്ടൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അറിയാം, ഈ പ്രാവശ്യത്തെ റേറ്റ് അറിയാം, 25 പൈസയാണെന്ന്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വർക്ക് ചെയ്തിട്ട് എത്ര അവേഴ്സ് വർക്ക് ചെയ്തിട്ടാണെന്ന് കിട്ടൂലേ? അതിനെ എടുത്ത് ഡിവൈഡഡ് ബൈ ചെയ്യാം. എന്തിനോടാ? ഫാക്ടറി ഓവർ ഹെഡിനോടാ, ബഡ്ജറ്റഡ് ഓവർ ഹെഡിനോടാ. ഇനി അതിനെന്ത് ചെയ്യണം? അതിനിപ്പോൾ ഈ പ്രാവശ്യം എത്ര വർക്ക്, അപ്പോൾ 1 അവർ കിട്ടി. അങ്ങനെ എത്ര അവേഴ്സാണ്? 10ഉം 4ഉം 8ഉം ഒക്കെ അവേഴ്സാണ് ഓരോരുത്തർ വർക്ക് ചെയ്തത്. അതിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി ഓവർ ഹെഡ് കിട്ടും. പിന്നെ സെല്ലിംഗ് ആണ്. സെല്ലിംഗ് കോസ്റ്റ് കാണാനായിട്ടും അത് കഴിഞ്ഞ വർഷത്തെ ഫിഗർ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫിഗറിൽ നിന്ന് കഴിഞ്ഞ വർഷം സെല്ലിംഗ് കോസ്റ്റ് വർക്ക് കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? സെല്ലിംഗ് കോസ്റ്റ് ഒക്കെ നമ്മൾ വർക്ക് കോസ്റ്റിൻ്റെ പെർസെൻറ്റേജിലല്ലേ എടുക്കുക. അപ്പോൾ വർക്ക് കോസ്റ്റിന് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു കോസ്റ്റ് വരക്കണം. കഴിഞ്ഞ വർഷത്തെ കോസ്റ്റ് വരക്കാൻ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ഇയർ അല്ല, ഇതെന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞ് എഴുതണം. ഇത് കറണ്ട് ഇയർ എന്നും പറഞ്ഞ് എഴുതണം. അല്ല നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒരു കോസ്റ്റ് വരക്കണില്ല, നിങ്ങളൊരു നോട്ടായിട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, നോട്ടായിട്ട് കാണിക്കുക. അങ്ങനെ നമുക്ക് 30% അന്ന് കിട്ടി. ആ 30% സെല്ലിംഗ് പ്രൈസിൽ അപ്ഡേറ്റ് ചെയ്താൽ കാര്യം കഴിഞ്ഞു അല്ലേ? ഇനി ഇല്ലുസ്ട്രേഷൻ 5. ഇപ്പം എന്താണോ ചെയ്തത് അത് തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, കറക്റ്റ് അത് തന്നെയാണ്. എ ഷോപ്പ് ഫ്ലോർ സൂപ്പർവൈസർ ഓഫ് എ സ്മോൾ ഫാക്ടറി പ്രസൻറ്റഡ് ദ ഫോളോയിങ് കോസ്റ്റ് ഫോർ ജോബ് നമ്പർ 555 ടു ഡിറ്റർമിൻ സെല്ലിംഗ് പ്രൈസ്. മെറ്റീരിയൽ ഡയറക്റ്റ് വേജസ് 18 അവേഴ്സിന് 2.5 പെർ അവർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണത്? ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡാണ് അല്ലേ? എല്ലാവർക്കും ഒരേപോലത്തെ വേജസ് ആണ്. ഇനി ചാർജബിൾ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. സ്പെഷ്യൽ സ്റ്റോർ ഐറ്റം ആണെന്ന് പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ അതേ
1/3 എന്താണ് ഫോർ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 160 കിട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങളും, മെറ്റീരിയൽ, സെയിൽസ്, എന്താണ് സ്പെഷ്യൽ സ്റ്റോർ ഐറ്റം, വർക്ക് കോസ്റ്റ്, സെല്ലിംഗ് എക്സ്പെൻസ്, അങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, അങ്ങനെയെല്ലാം തന്നിട്ടുണ്ട്. എന്താ നമ്മളോട് പറഞ്ഞത്, കാൽക്കുലേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ഹെഡ് റിക്കവറി റേറ്റ്, calculate the entire revised cost using 2022 actual figure as basis, 20% of total cost to determine selling price കാണാനായിട്ട്. ഓക്കെ, അതായത് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കണ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കങ്ങനെ തന്നെ എടുത്തെഴുതാം. എന്തൊക്കെ തന്നിട്ട്, മെറ്റീരിയൽ 70 തന്നിട്ടുണ്ട്. പിന്നെ വേജസ് നമുക്ക് ഓരോന്നും അതനുസരിച്ച് എടുത്തെഴുതാം. മെറ്റീരിയൽ എത്രയാണ്, 70. വേജസ് എങ്ങനെയാണ്, 2.5 ആണ് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് എത്രയാണ്, 8 hours, 6 hours, 4 hours, ആ അവേഴ്സ് അനുസരിച്ച് കൊടുക്കണം. 2.5 എന്നുള്ളത് 8 hours-ന്, പിന്നെ 2.5 എന്നുള്ളത് 6 hours-ന്, 2.5 എന്നുള്ളത് 4 hours-നായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടുമോ അതാണ് ഡയറക്റ്റ് വേജസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ടോട്ടൽ എത്ര വന്നു, 45 വന്നു. അങ്ങനെ പ്രൈം കോസ്റ്റ് 115 എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏതോ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, സ്പെഷ്യൽ ചാർജസ് എന്ന് പറഞ്ഞ്. ഓക്കെ, ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ആ 5 കൂടി നമുക്ക് അതിലേക്ക് ചേർക്കണം. അപ്പോഴേ അതിലേക്ക് കിട്ടുള്ളൂ പ്രൈം കോസ്റ്റ്. ഓക്കെ, അതിലവിടെ വന്നൊരു വ്യത്യാസം അതാണ്. എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ് എത്രയുള്ളത്, 5. അങ്ങനെ 120 വന്നു പ്രൈം കോസ്റ്റ്. ഓക്കെ, ഇനി ഫാക്ടറി ഓവർ ഹെഡ് നമുക്കറിയാം, ഡയറക്റ്റ് ലേബർ അവറാണ്, ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡാണെന്നുള്ളത് നമുക്കറിയാം. അതിൽ ഓരോന്നിനും ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഫാക്ടറി ഓവർ ഹെഡ് ഇതിലെങ്ങനെ തന്നിരിക്കണേ എന്നുള്ളത് നോക്കാം. ഇതിലെങ്ങനെ തന്നിരിക്കണേ, ഫാക്ടറി ഓവർ ഹെഡായിട്ട് 5,000, 9,000, 2,000 എന്ന് ഓവർ ഹെഡായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഡയറക്റ്റ് ലേബർ അവർ കാണണം അല്ലേ, ഡയറക്റ്റ് ലേബർ അവർ കാണണം. അതുകൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. അതിലെങ്ങനെയാണ് തന്നിരിക്കുന്നത്, 10,000, 12,000, 8,000 തന്നിട്ടുണ്ട്. അത് നമുക്കറിയാം എത്ര റേറ്റ് എത്രയാണെന്നറിയാം. എത്രയാണ്, 0.25 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര അവേഴ്സ് എന്നുള്ളത് നമ്മൾ എങ്ങനെ മുന്നത്തെ പ്രോബ്ലം എങ്ങനെ കണ്ടുപിടിച്ചോ അതേപോലെ തന്നെ സെയിം ആയിട്ട് കണ്ടുപിടിക്കുക. 5,000 ഡിവൈഡഡ് ബൈ ഇടണം. അതിലെന്ത് ചെയ്യണം, എത്ര അവേഴ്സാണ് എക്സ് വന്നത്, 10,000 അവേഴ്സാണ്. 10,000 റുപ്പീസാണ്. എത്ര രൂപയാണ്, എത്ര പൈസയാണ്, 25 പൈസയാണ്. 25 പൈസ വരാൻ നേരത്തേക്ക് നമുക്ക് എത്ര വരും, 10,000 ഡിവൈഡഡ് ബൈ 0.25 എത്ര വരും, 40,000 വരും. ഓക്കെ, 0.25 വരാൻ നേരത്തേക്കും 40,000 വരും. ആ 40,000-നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 5,000 ഡിവൈഡഡ് ബൈ 40,000 എത്ര വരും, 1.125 വരും. അത് എന്താണ്, അത് 8 അവേഴ്സാണ്. എത്ര അവേഴ്സ്, 8 അവേഴ്സ്, 6 അവേഴ്സ്, 4 അവേഴ്സ് എന്നല്ലേ തന്നിരുന്നത്. ആ ഒരു അവേഴ്സ് കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. ഓക്കെ, .25 അല്ല 2.5 ആണല്ലേ, സോറി. 2.5 ആണേ. 2.5 വരാൻ നേരത്തേക്കും
കഴിഞ്ഞ ഇതിൻ്റെ ഓർമ്മയാണെന്ന് തോന്നുന്നു. ശരി, 4000 2.5 വന്നു, 4000. അപ്പോൾ എത്ര വരും? 1.25 നമുക്ക് ഇതിൽ വരും. ഓക്കെ, 1.25. ഇതാണ് ഓവർ ഹെഡ് എയുടെ. ഇനി ബിയുടെ നമുക്ക് കാണാം. ബിയുടെ അതേപോലെ തന്നെ. ബിക്ക് എത്രയാണ്? 9000 ഡിവൈഡഡ് ബൈ ഇടണം. എത്രയാണ്? 12,000 ഡിവൈഡഡ് ബൈ 2.5 അല്ലേ? 12,000 ഡിവൈഡഡ് ബൈ എത്ര വരും? അത് 4,800. അവിടെ 4,800 വരും. അപ്പോൾ ഇവിടെ 9,000 ഇപ്പുറത്തെ എഴുതാം. 9,000 ഡിവൈഡഡ് ബൈ 4,800 എത്ര വന്നു? 1.87 വന്നു. ആ 1.87 എത്രയാണ് റേറ്റ് വരേണ്ടത്? ഓക്കെ, 1.87 എത്ര റേറ്റ്, എത്ര മണിക്കൂറാണ് അവർ വർക്ക് ചെയ്ത്? 6 മണിക്കൂർ, അങ്ങനെയല്ലേ? 8, 6, 4 എന്നുള്ള ഇതിലല്ലേ? അപ്പോൾ 1.87 ഇൻറ്റു 6 മണിക്കൂർ, അപ്പോൾ 11.25 കിട്ടും. അതേ സെയിം സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സിക്ക് എടുക്കണം. സിക്ക് എത്രയാണ്? സിക്ക് 2,000 ആണ്. 2,000 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇത്? 8,000 ഡിവൈഡഡ് ബൈ 2.5. സോ 8,000 ഡിവൈഡഡ് ബൈ 2.5 എത്ര വരും? 3,200. ആ 3,200 എടുക്കുക. 2,000 ഡിവൈഡഡ് ബൈ 3,200 എത്ര വരും? 0.625. അപ്പോൾ ഇത് ഇൻറ്റു 4 എത്ര വരും? 2.5 വരും. ഇതാണ് ഫാക്ടറി ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ടോട്ടൽ 15. ഓക്കെ, ഇവിടെ 1.25ന് ഓക്കെ ഇൻറ്റു 8 ചെയ്തില്ലല്ലോ അല്ലേ? 1.25 തന്നെയായിട്ട് കിടക്കുവാണ്. ഇൻറ്റു 8 അവേഴ്സ് ചെയ്തില്ലല്ലോ. ശരി, അപ്പോൾ 10 വന്നു. അപ്പോൾ എത്ര വന്നു? അപ്പോൾ 23.75 വന്നു. 10, 11.25, 2.5 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് തന്നെ. ഇനി അതിൽ വേറെ എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എന്താണ് കൊടുത്തത് അത് തന്നെ എടുത്താൽ മതി. എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്താൽ മതി. അതിൽ പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നില്ല. അതുകൊണ്ടാണ് അത്രയും വെച്ച് പറയാൻ അത്രയും തന്നെ ചെയ്തത് അല്ലേ? പിന്നെ അതിന് അതിൽ കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഇനി സെല്ലിംഗ് കോസ്റ്റിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് കോസ്റ്റ് അവിടെ 20 അല്ലേ? 20,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 20,000 നമ്മൾ എന്ത് ചെയ്യണം? 20,000 ആണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഏതാണ് എടുക്കാൻ പറ്റണത്? വർക്ക് കോസ്റ്റ് എത്രയെന്ന് അവിടെ തന്നിട്ടുണ്ട്. അവർ തന്നെ തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കണേ? 2 lakh ആണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് പ്രോബ്ലം ചെയ്ത പോലെ നമുക്ക് കോസ്റ്റ് ഷീറ്റ് ഒന്നും പ്രീവിയസ് ഇയറിൻ്റെ വരക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ 20,000 ഡിവൈഡഡ് ബൈ വർക്ക് കോസ്റ്റ് എത്രയാണ്? 2 lakh. 2 lakh ചെയ്യുക. ഓക്കെ, 20,000 ഡിവൈഡഡ് ബൈ 2 lakh എത്ര വരും? 10%. എത്രയാണ്? 10% ആണ് എടുക്കേണ്ടത്. ഓക്കെ, ആ 10% നമ്മൾ സെല്ലിംഗ് കോസ്റ്റ് 10% ആക്കി എടുക്കാം. അപ്പോൾ 143.75ൻ്റെ 10% എത്ര വരും? 14 എന്ന് വരും. അതിന് ഇവിടെ മുകളിൽ ഇത് വന്നുകൊണ്ട് അതിനെ ഇതിൽ കൊടുക്കുവാണെങ്കിൽ 38 എന്ന് വരും. ഓക്കെ, ടോട്ടൽ ചെയ്യുമ്പോൾ 158 വരും. പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10 ആണോ 20 ആണോ എത്ര പറഞ്ഞിരിക്കുന്നത്? 20%. പ്രോഫിറ്റ് 20% പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ C പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഫിറ്റ് 20% ആണെന്ന്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്ര വന്നു? 31.6 വന്നു. ഇനി അതിനെ ടോട്ടൽ ചെയ്യാൻ നേരത്ത് 189.8 വരും. ഓക്കെ, ഇതാണ് സെയിൽസ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം തന്നെ അതിൽ പ്രത്യേകിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിലെന്താ? സെല്ലിംഗ് പ്രൈസ്
വർക്ക് കോസ്റ്റ് ഇവിടെ തന്നേക്കുന്നതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയറിൻ്റെ ഒരു കോഷീറ്റ് വരക്കേണ്ട ഒരു ആവശ്യം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഡിറ്റോ അത് തന്നെ. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം കുറച്ച് മനസ്സിലാക്കേണ്ട പ്രോബ്ലമാണ്. ഈസിയാണ്, മനസ്സിലാക്കിയെടുത്താൽ മതി. Illustration 6. In a factory, following the job costing method, an abstract from the work in progress as at 30th September was prepared as under. Job number 115, 118, 120 കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി ഓവർഹെഡ്. ഓക്കെ, മൂന്നിനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. 3 ജോബ് ഉണ്ട് അവിടെ. അതിൻ്റെ ജോബ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ഒക്ടോബർ. ഒക്ടോബറിൽ മാത്രം ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, റിക്വസിഷൻ നമ്പർ, ജോബ് നമ്പർ, കോസ്റ്റ് എമൗണ്ട്. ജോബ് നമ്പർ നമുക്ക് ഇതിൽ തന്നെ 115, 118, 120 എന്നാണ്. ഈ 118 തന്നെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, 120, 21, 24 ഉണ്ട്. അപ്പോൾ 115നെ കുറിച്ചില്ല. 115നെ കുറിച്ച് മെറ്റീരിയൽ ഒക്ടോബറിൽ 115 യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. 118ൽ 3 എണ്ണം ഉണ്ട്. 120 തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. 21, 24 വേണ്ട, കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കില്ല. ഇനി എന്താ? സമ്മറി ഓഫ് ലേബർ അവേഴ്സ് ഡിപ്ലോയ് ഡ്യൂറിങ് ഒക്ടോബർ. ഒക്ടോബറിൽ ലേബർ അവേഴ്സ് 115, 118, 120, 121, 124. അതിൻ്റെ ഷോപ്പ് എയും ഷോപ്പ് ബിയും സെപ്പറേറ്റ് ആയിട്ട് അവേഴ്സ് എത്രയാണെന്നുണ്ട്. ഇൻഡയറക്റ്റ് ലേബർ അവേഴ്സ്, വെയിറ്റിംഗ് ഫോർ മെറ്റീരിയൽ, മെഷീൻ ബ്രേക്ക് ഡൗൺ, ഐഡിയൽ ടൈം, ഓവർ ടൈം പ്രീമിയം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എ ഷോപ്പ് ക്രെഡിറ്റ് സ്ലിപ്പ് was issued in October. That material issue under requisition number 54 was returned back to store. റിക്വസിഷൻ നമ്പർ 54 എന്ത് ചെയ്തു? അത് സ്യൂട്ടബിൾ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? സ്റ്റോറിലോട്ട് തന്നെ പോയിന്ന്. അപ്പോൾ 54, 118ൽ 3 എണ്ണം ഉണ്ടായില്ലേ, അതിൽ 54 വേണ്ട, റിട്ടേൺ ആയി. ഓക്കെ, അപ്പം ഇനി ബാക്കി 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണത്തിൻ്റെ ഇൻഫോർമേഷൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നോക്കാം. എന്താണ് കൊടുത്തിരിക്കുന്നത്? മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് ഇഷ്യൂഡ് ഇൻ ഒക്ടോബർ ഇൻഡിക്കേറ്റ് ദാറ്റ് മെറ്റീരിയൽ issued under requisition number 55 for 118 was directed to 124. 55 എന്തിനാണ്? 124ലേക്കാണ് പോണേന്ന്. അപ്പോൾ അതും വേണ്ട, 55ഉം വേണ്ട, 54ഉം വേണ്ട, 55ഉം വേണ്ട. അപ്പോൾ എന്താണ്? ഇനി 56 മാത്രം. 118ന് അപ്പോൾ എന്താണ്? 56 മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 3 എണ്ണം തന്നിട്ടുണ്ടെങ്കിലും 54ഉം 55ഉം ഇല്ല. അപ്പോൾ 118ന് എന്താണ്? 56 മാത്രം എടുത്താൽ മതി. 56ൽ 515 കോസ്റ്റ് എമൗണ്ട് എടുത്താൽ മതി. ഓക്കെ, ബാലൻസ് നമുക്ക് ഓക്കെയാണ്. ഇനി അടുത്ത ഇൻഫോർമേഷൻ എന്താണ്? ദ അവർലി റേറ്റ് ഇൻ ഷോപ്പ് എ പെർ ലേബർ അവർ ഈസ് 3 വൈൽ അറ്റ് ഷോപ്പ് ബി 2 rupees. ഷോപ്പ് എയും ഷോപ്പ് ബിയും കൊടുത്തിട്ടുണ്ടായില്ലേ, അതിൻ്റെ അവേഴ്സ് എത്രയാണ്? അവേഴ്സിന് 3 rupee, ഷോപ്പ് എക്ക് 3 rupee, ഷോപ്പ് ബിക്ക് 2 rupee ആണെന്നുള്ളതാണ്. ഓക്കെ, ഓരോന്നും എടുക്കുമ്പോൾ ആ പ്രൈസിൽ എടുക്കണം. ഫാക്ടറി ഓവർഹെഡ് ഈസ് അപ്ലൈഡ് അറ്റ് ദ സെയിം റേറ്റ് ആസ് ഇൻ സെപ്റ്റംബറിൽ. സെയിം റേറ്റാണ് ഫാക്ടറി ഓവർഹെഡിന്. ജോബ് 115, 118, 120 വെർ കംപ്ലീറ്റഡ് ഇൻ ഒക്ടോബർ. You are asked to compute the factory cost of the completed job of both the month. ബാക്കിയുള്ള 10% എന്താണ്? It is practice of the management to put a 10% on the factory cost to cover administration and selling overhead and invoice the job to the customer on the total cost plus 20% basis. What would be the invoice price of these 3 job? ഈ സംഭവം 115, 118, 120 എന്നുള്ളതിൻ്റെ നമുക്ക് അതാണ് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എടുക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ നമുക്ക് 115ന് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ അവിടെ കണ്ടായിരുന്നു അല്ലേ. 115ന് ഡയറക്റ്റ് മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 118നും 120ക്കും ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. 118ന് നമുക്ക് ഈ 2 എണ്ണം ക്യാൻസലായി എത്ര എടുത്താൽ മതി? 515 എടുത്താൽ മതി. പിന്നെ 120ക്ക് 665 എടുക്കാം. ഓക്കെ, $515, $665. ഇനി ഡയറക്റ്റ് ലേബർ എടുക്കാൻ നേരത്ത് നമുക്ക് ആ 3 റേറ്റും 2 റേറ്റും എടുത്തിട്ട് വരണം. അതായത് 115ക്ക് എത്രയാണ്? 24 ഉണ്ട്. 24 എന്നുള്ളത് അവേഴ്സും ബിക്ക് 25 അവേഴ്സും. 25 അവേഴ്സാണ്. പക്ഷെ ഇവിടെ 25 ഷോപ്പ് എക്ക് 3 rupeesഉം ഷോപ്പ് ബിക്ക് കിട്ടുന്നത് 2 rupeesഉമാണ്. അതനുസരിച്ച് അപ്പോൾ 25 × 3 എടുക്കുക, പിന്നെ 25 × 2 എടുക്കുക 115ക്ക് എടുക്കുമ്പോൾ. ഓക്കെ, 115ക്ക് എടുക്കാൻ നേരത്ത് 25 × 3 എടുക്കുക,
പ്ലസ് 25 ഇൻറ്റു 2 എടുക്കുക. ഓക്കെ, 25 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 75, 25 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 50. അപ്പോൾ എന്താ വരും? 125 വരും. ഓക്കെ, അടുത്തത് എന്താണ്? 118 എടുക്കേണ്ടത് 90 30 ആണ്. 90 30 ആണ്. അപ്പോൾ 118 90 ഇൻറ്റു 3 പ്ലസ് 30 ഇൻറ്റു 2. 90 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 270 പിന്നെ 30 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ 330 വരും. അടുത്തത് 120ക്ക് എങ്ങനെയാണ്? 120ക്ക് 75ഉം 10ഉം ആണ്. 120ക്ക് 75 ഇൻറ്റു 3 10 ഇൻറ്റു 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 75 ഇൻറ്റു 3 എന്ന് പറയാൻ നേരത്തേക്കും 3 എത്രയാണ്? 225 പ്ലസ് 20 245 വരും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ലേബർ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അതിൻ്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ എത്രയാണ്? ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് 125 തന്നെ വരുള്ളൂ. ഇവിടെ 845, ഇവിടെ 910 വരും. ഇനി ഫാക്ടറി ഓവർഹെഡിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഫാക്ടറി ഓവർഹെഡ് നോക്കാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ലേബറിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് ആണ് അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഒരേ റേറ്റ് അല്ല തന്നിരിക്കുന്നത്. ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് അല്ല ഉപയോഗിക്കേണ്ടത്, പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജ് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? അതിന് നമുക്ക് ഫാക്ടറി ഓവർഹെഡ്, ബഡ്ജറ്റഡ് ഓവർഹെഡ് പെർസെൻറ്റേജിൽ എടുക്കണം അല്ലേ? പെർസെൻറ്റേജിൽ കൊണ്ടുവന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് 640 ഇതെവിടെ പുറത്തെടുക്കാം. ഓക്കെ, 640 ഡിവൈഡഡ് ബൈ എത്രയാണ്? റേറ്റ് എത്രയാണ്? 800. റേറ്റ് 800 ആണ്. ഓക്കെ, ഇൻറ്റു 100. അപ്പം എത്ര വരും? 640 ഡിവൈഡഡ് ബൈ 800 ഇൻറ്റു 100 എത്ര വന്നു? 80%. 80% ആണ് എന്തിനെടുക്കേണ്ടത്? 115ക്ക് 80% ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യണം? അടുത്തതും കണ്ടുപിടിക്കണം. എത്രയാണ്? 400 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100. 400 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 എത്രയാണ്? അതും 80% തന്നെ. അടുത്തത് എത്രയാണ്? അടുത്തത് 380 ഡിവൈഡഡ് ബൈ 475 ഇൻറ്റു 100. 380 ഡിവൈഡഡ് ബൈ 475 ഇൻറ്റു 100 അതും 80% തന്നെ. അപ്പോൾ എല്ലാം 80%ലാണ് വരുന്നത്. 80%ൽ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് എങ്ങനെ എടുക്കാം? ഫാക്ടറി ഓവർഹെഡ് നമുക്ക് എന്ത് മനസ്സിലായി? 80% ആണെന്ന് മനസ്സിലായി അല്ലേ? 80% ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 80% എടുക്കുക. എത്ര വന്നു? 100 വന്നു. 125ൻ്റെ 80%, 845ൻ്റെ 80%, 910ൻ്റെ 80%. ഓക്കെ, അപ്പോൾ എങ്ങനെ വന്നു? 845ൻ്റെ അല്ല, ഡയറക്റ്റ് ലേബറിൻ്റെ 80%. ഇവിടെ ഡയറക്റ്റ് ലേബർ മാത്രമല്ലേ ഉള്ളൂ. 330 ഇൻറ്റു 80%. എപ്പോഴും അതിൻ്റെ ഡയറക്റ്റ് ലേബറിൻ്റെ 80% അല്ലേ എടുക്കേണ്ടത്. ഇനി 245 ഇൻറ്റു 80% എത്ര വരും? 196. ഇനി ഇതിൻ്റെ ടോട്ടലാണ് വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. അപ്പോൾ 125 പ്ലസ് 100 225. അതേപോലെ ഇവിടെ എത്രയാണ്? 845 264 910. ഓക്കെ, 910 പ്ലസ് 196 അപ്പോൾ 1106 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് വർക്ക് കോസ്റ്റിന് എന്ത് പറഞ്ഞിരിക്കണേ? ഓപ്പണിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമുക്കപ്പോൾ
ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയെന്നുള്ളത് നോക്കണം. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നോക്കുമ്പോൾ ഓക്കെ, ഇനി ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് എങ്ങനെ? പ്രീവിയസ് മന്തിൽ, ഇവിടെ ഒക്ടോബർ മന്ത് നമുക്ക് കാണുമെന്നെങ്കിൽ അതിൻ്റെ പ്രീവിയസ് മന്ത് 30 സെപ്റ്റംബർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയൽ ലേബർ ഓവർ ഹെഡ് ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് കിട്ടും, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ്? മെറ്റീരിയൽ 115 ആണെങ്കിൽ 1325 പ്ലസ് 800 പ്ലസ് 640. ഓക്കെ, 115 2765 കിട്ടും. അതേപോലെ 118 എത്ര കിട്ടും? 810 പ്ലസ് 500 പ്ലസ് 400 എത്ര വരും? 1710 വരും. അടുത്തത് 120ക്ക് എത്രയാണ്? 765 475 380 1620 വരും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടേണ്ട ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. 2765 1710 1620 നമ്മൾ അതേപോലെ തന്നെ എടുത്ത് എഴുതാം. അത് നമുക്കൊരു വർക്കിംഗ് നോട്ടായിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, ആ വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കാവുന്നതേ അതുള്ളൂ. ഇനി ഇതിൻ്റെ ടോട്ടൽ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ടോട്ടലും കിട്ടി. ഇനി അടുത്തത് എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ഇൻവോയ്സിനെ കുറിച്ച് എന്താണ് എന്താണ് അതിൽ പറഞ്ഞേക്കണേ? ഫാക്ടറി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്നുള്ളത് അല്ലേ 10% ആണ് അല്ലേ? ഇറ്റ് ഈസ് പ്രാക്ടീസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ടു പുട്ട് 10% ഓൺ ദ ഫാക്ടറി കോസ്റ്റ് ഓവർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് 10% ആണ് എടുക്കേണ്ടത്. അപ്പോൾ 10% വരാൻ നേരത്തേക്കും നമുക്ക് ഇവിടെ അതിൻ്റെ 10% കാണണം. എത്രയാണ്? ഈ 2990 ഇൻറ്റു 10%. ഓക്കെ, 299 വരും. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? 3 എണ്ണത്തിനെയും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഒന്നിനും പോയിന്റ് വന്നില്ലല്ലോ, അപ്പോൾ ഇതിനും പോയിന്റ് കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 2990 299 ആഡ് ചെയ്യുമ്പോൾ 3289. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പേടിക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് എന്താണ്? പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇൻവോയ്സ് ജോബ് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് 20% എന്നാണ് പറഞ്ഞേക്കണേ. ടോട്ടൽ കോസ്റ്റിന് 20% ആണ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, 20%. അപ്പോൾ എത്ര വരും? ഇതിൻ്റെ 20% എടുക്കാം. എത്ര വരും? 657.8 വന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ പോയിന്റ് നമുക്ക് മാറ്റിക്കളയാം. എപ്പുറത്തും പോയിന്റ് മാറ്റിയില്ല, അതുകൊണ്ടാണ്. ശരി, അപ്പോൾ അതിന് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടോട്ടൽ കോസ്റ്റ് ഇതും കൂടി ആഡ് ചെയ്യണതാണ്. 3946.8 ഇതാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെന്താ നമുക്ക് ഉണ്ടായിരുന്നത്? ആ ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ നമുക്ക് പേടിക്കേണ്ടതുണ്ടായുള്ളൂ അല്ലേ? അത് നമുക്ക് ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഏതൊക്കെ വരും ഏതൊക്കെ വരില്ല, 115 118നെ കുറച്ച് കൺഫ്യൂഷൻ വന്നു അല്ലേ? അതൊന്ന് ഏതൊക്കെ വരും എന്നുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ലേബറൊക്കെ അതേപോലെ എടുക്കുക. ലേബറിന് നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് 3യും 2ലും എടുക്കാനായിട്ട്, അതെടുക്കുക. ഫാക്ടറി ഓവർ ഹെഡ് 80%. പിന്നെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കണം. ആ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കേണ്ട കാര്യം ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് തന്നുകൊണ്ട് അതെടുത്തു. പിന്നെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ബാക്കി എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ആദ്യം ഇതൊന്ന് 1-2 പ്രാവശ്യം എക്സ്ട്രാ ഒന്ന് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം എക്സാമിന് പോകണവർ ഇത് നന്നായിട്ടൊന്ന് ചെയ്ത് പഠിച്ചിട്ട് തന്നെ പോവുക എന്തായാലും. ഓക്കെ, അപ്പോൾ ജോബ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്റർ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് സെക്ഷന് പൂർവാധികം നല്ല എനർജിയോടുകൂടി തന്നെ സെക്കൻഡ് സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഫസ്റ്റ് സെക്ഷനിൽ ഇപ്പോൾ 6 പ്രോബ്ലം ഉണ്ടായല്ലോ, 6 പ്രോബ്ലം നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ബാച്ച് കോസ്റ്റിംഗ് ഒക്കെയാണ് ഉള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനൊരു
എന്താ പറയുക, മനസ്സിലായി എന്നെങ്കിലും ഒന്ന് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പേരിലേക്ക് റീച്ച് ആവും, കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം വരും. അല്ലെ, ഒത്തിരി പേര് കാണുമ്പോഴല്ലേ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്ര പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര് കാണണമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. മാക്സിമം ഇന്നിപ്പോൾ എല്ലാവരും ചെയ്യാൻ പോണത് മാക്സിമം സ്പീഡിൽ അത് തീർക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ചോദിക്കാൻ പോണത്. ആകെ 10-20 ദിവസമേ ഉള്ളൂ. നമുക്ക് എത്ര തീർക്കാൻ പറ്റുമോ അത്രയും തീർക്കാം. നമുക്ക് ഡിസംബറിൽ നമുക്ക് കലക്കാം. അതായത് ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും പറ്റിയ ഒരു തേർഡ് സെക്ഷൻ വരേക്കും വെച്ചിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് നമുക്ക് കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് പോകണം. ഓക്കെ, എക്സാമിന്. ഓക്കെ, താങ്ക് യു.